ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെയൊക്കെ വിശ്വാസത്തെ ശരിക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഈമാൻ, നമ്മുടെ പ്രവർത്തനം, അതിനൊക്കെ നാം ഈ പറയുന്ന ഗൗരവമുള്ള വിഷയത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ എല്ലാം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. യത്തീമിനെ സഹായിക്കുക എന്ന് ഉള്ള സൗകര്യത്തിൽ പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വിശാലമായ രസമാണ്. ഇങ്ങനെ വാത് കേട്ട് നടക്കാനൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് നല്ലൊരു മനോഹരമായ മരവും അതിന് താഴെ ഇരിക്കുന്നതിനുള്ളൊരു സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊരു ചെറിയ വെള്ളവും ജ്യൂസും ഓംപ്ലറ്റും നാരങ്ങ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് കൊട്ടിക്കുളം ഉറൂസിൻ്റെ ആ ദിവസങ്ങളെ ഇങ്ങനെ ഒരു രസമാക്കിക്കൊണ്ട് നടക്കാനും പറ്റും, ഇവിടെ വന്നിരുന്ന് കേൾക്കാനും ഒക്കെ പറ്റും. ഏതായാലും നിങ്ങൾക്ക് ഏതാണോ ഉചിതമെന്ന് തോന്നുന്നത് അത് ചെയ്യുക. അതാണല്ലേ ചെയ്യുള്ളൂ നിങ്ങൾ. അതല്ലാത്തത് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളെന്നെ നന്നായി പോയേനെ. ഉസ്താദന്മാർ പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുള്ളൂ. അത് നിങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ മുടക്കണ്ട. ഈ സന്തോഷം ജീവിതത്തിൽ നമുക്കിങ്ങനെ ഈ ഉറൂസിൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. മരിച്ചുപോയാൽ കഴിയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഒരു ഉറൂസിനൂടി ആയുസ് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആസ്വദിക്കുക. പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വളരെ ആളുകളാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു പാവപ്പെട്ട കുട്ടി യതീമാണ്. വാപ്പയില്ല. കരഞ്ഞുകൊണ്ട് ആരെങ്കിലും സഹായിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ സംഘങ്ങളുടെയും മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ മക്കയുടെ പരിസരം മുഴുവനും അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ട കുട്ടി ഒറ്റപ്പെട്ട് യതീമാണ്, വാപ്പയില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ, കുടുംബത്തിൽ വേറെ ആരുമില്ല, സങ്കടത്തോടു കൂടി നടന്നു നീങ്ങുന്നത്. എല്ലാവരോടും പോയി പറയുമ്പോൾ അവരൊക്കെ ആട്ടി ഓടിക്കുന്നത് അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ്. അവർ പരിഹസിക്കുന്നുണ്ട്. ആ കുട്ടി പറയുകയാണ്, എൻ്റെ കയ്യിലിരുന്ന പൈസ മുഴുവനും അബൂജഹൽ എന്ന് പറയുന്ന വലിയ ഒരു മുതലാളി പിടിച്ചെടുത്തിരിക്കുകയാണ്. എൻ്റെ ഉമ്മാക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനൊന്നുമില്ല. ഞാനോ ഒരു പിതാവില്ലാത്ത അനാഥനായ ബാലനാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികളെ പോലെ കരയുന്നവൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, ചോദിക്കുന്നവൻ അവിടെ കിടന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ ആ രക്തമൂറ്റി കുടിച്ച് ആർത്തുല്ലസിച്ച് രസിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ആരും സഹായിക്കാനില്ല. ഒരു സംഘം ആളുകൾ പരിഹസിക്കാനായി പറഞ്ഞു, മോനെ, നിന്നെ സഹായിക്കാൻ ഒരാളുണ്ട്, അവന്റെ പേര് മുഹമ്മദ് എന്നാണ്, അബ്ദുള്ളയുടെ മകനാണ്, ആമിനയുടെ മകനാണ്. അബൂജഹൽ പൈസ തരാനുണ്ട്, അതുകൊണ്ട് മുഹമ്മദേ നിങ്ങളൊന്ന് ഇടപെടണമെന്ന് നീ പോയി പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ സംഭവം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. കളിയാക്കിയതാണ്. അവർക്കറിയാം അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യൻ വീട്ടിന്റെ അകത്ത് വാളിന് മൂർച്ച കൂട്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയം മുഹമ്മദ് എന്റെ മുമ്പിലേക്ക് വന്നാൽ അവന്റെ തല വെട്ടിയെടുക്കാതെ വിശ്രമമില്ല എന്ന ശപഥം ചെയ്തിട്ട് വാളിന് മൂർച്ച കൂട്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടുകൊടുത്താൽ മിക്കവാറും ഈ മുഹമ്മദിന്റെ കഥ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ തീരുമാനിച്ചു. പാവപ്പെട്ട കുട്ടിയല്ലേ, എവിടെയാണ് ഒരു പ്രകാശം, എവിടെയാണ് ഒരു കൈ സഹായം? അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞ് ഈ പറയപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, അബൂജഹലിന്റെ കയ്യിലിരിക്കുന്ന പണവും എന്റെ വസ്ത്രവുമൊക്കെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ചോദിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, പരാതിപ്പെടാൻ ആളില്ലാത്തത് കൊണ്ട്, എതിർക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഈ അറേബ്യയുടെ ഈ മരുഭൂമിയുടെ ഓരത്ത് ഞാൻ ഉപദ്രവിക്കപ്പെട്ടവനായി, പൊട്ടിക്കരയുന്ന അനാഥനായി, യതീമായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങൊന്ന് ഇടപെടുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ കുഞ്ഞിന്റെ കണ്ണീര് പോയിട്ട് ഒരു പ്രാവിൻ കുഞ്ഞിന്റെ ഒറ്റപ്പെടൽ പോലും താങ്ങാനാകാത്ത അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അതുപോലും താങ്ങാനാകാത്ത അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ആ കുഞ്ഞിന്റെ വിരൽ തുമ്പ് പിടിച്ചിട്ട് നേരെ നടക്കുകയാണ് അബൂജഹലിന്റെ വീട്ടിലേക്ക്. നേരെ നടക്കുകയാണ് അബൂജഹലിന്റെ വീട്ടിലേക്ക്. അബൂജഹലിന്റെ ഭവനത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽ മുട്ടാൻ പോവുകയാണ്. ചുറ്റാകെ ആളുകൾ കൂടി. കാരണം എന്താണ്? ഇവിടെ നടക്കാൻ പോകുന്നത് മുഹമ്മദിന്റെ പതനമാണെന്ന് അവർ തീരുമാനിച്ചു. അബൂജഹലിന്റെ ആർജവം കാണാൻ, അഹങ്കാരത്തോടെ പൂത്തുരുങ്ങി നിൽക്കുന്ന കൊലപാതകിയെ കാണാൻ ആളുകൾ നാലു ഭാഗത്തും ഒരുമിച്ച് കൂടി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിന്റെ വീടിന്റെ വാതിൽ മുട്ടുകയാണ്. വാതിൽ തുറന്നു. അബൂജഹൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുഞ്ഞിന്റെ പണസഞ്ചി നിങ്ങൾ തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞു. അബൂജഹൽ അകത്ത് പോയി എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. സന്തോഷമായി കുഞ്ഞിന്, അതിലേറെ സന്തോഷമായി മുത്തുനബിക്ക്. അബൂജഹലിന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നടന്നുപോയി. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാവരും കൂടി അബൂജഹലിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. എന്താണ് അബൂജഹലെ ഈ കണ്ടത്? നിങ്ങൾ മതം മാറിയോ? മുഹമ്മദിന്റെ ഭാഗം ചേർന്നോ? നിങ്ങളുടെ വീര്യം എവിടെ പോയി? നിങ്ങളുടെ ശക്തി എവിടെ പോയി? ആ സമയത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്, മുഹമ്മദാണെന്നറിഞ്ഞപ്പോ ഞാൻ വാളെടുത്തുകൊണ്ട് വന്ന് വെട്ടാൻ ഒരുങ്ങിയതാ. പക്ഷേ അവിടുത്തെ രണ്ടു ഭാഗത്തു വലാകിൻ റഅയ്തു യമീനിഹി വയസാരിഹി ഹർബാ ഖിഫ്തു ഇല്ലം തുജിബുഹു തുഇനുഹാ. ഞാൻ ഭയന്നുപോയി, ഞാൻ വിറച്ചുപോയി. രണ്ടു ഭാഗത്തായിട്ട് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഭീകരമായ അതിഭീകരമായ ജീവി നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ ജീവി എന്നെ കടിച്ചു കീറുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ പണം മുടക്കി കൊടുത്തില്ലെങ്കിൽ അതെന്നെ കടിച്ചു തിന്നുമോ എന്ന് ഞാൻ ഭയന്നതുപോലെ നിങ്ങളാണ് കണ്ടിരുന്നതെങ്കിൽ അതിനു മുമ്പേ നിങ്ങൾ പണം കൊടുക്കുമായിരുന്നു എന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോൾ കോട്ടിക്കുളത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് തിരിച്ചറിയണം. വാപ്പയില്ലാത്ത പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ സങ്കടത്തിന് വേണ്ടി തന്റെ അത്ഭുതകരമായ മുഅ്ജിസത്തിനെ പ്രകടമാക്കി ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ സങ്കടം മാറ്റിക്കൊടുത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. നല്ല സലാത്ത്, അടിപൊളി. ശുഹദാക്കൾ കിടക്കണ മണ്ണിന് പറ്റിയ സലാത്ത്. പൊളിച്ചടിക്ക് ഒരു രക്ഷയില്ല. അതങ്ങോട്ട് 3 മണി വരെ പറയാൻ കൊതി തോന്നിപ്പോ ഞങ്ങൾ ആവേശം കണ്ടിട്ട്. ഒലക്കയുടെ സുവനീർ, ആനയുടെ ലൈറ്റ്, കുതിരയുടെ ആഘോഷം എല്ലാം ഉണ്ട്. ഈ സലാത്തില്ലെങ്കിൽ പൊന്നു മക്കളെ, നിങ്ങളിന് ഏതൊക്കെ തലകെട്ടി പറഞ്ഞാൽ രക്ഷപ്പെടൂല 100% മഹാന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയാം. അത് ഏത് പൊന്നുമോനാണെങ്കിലും ശരി. അള്ളാഹിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും കരുണക്കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹിമയാർന്നൊരു മാനസ ബോധവള സുന്ദരമാനനം മാനിതർക്കും മാലുകർക്കും മാർഗം കാട്ടിയ ദൂതരേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ മുത്തു ഹബീബിന്റെ ഹൃദയത്തിലൂടെ ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങൾ ചിരിക്കുമ്പോ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു യതീം കരയാൻ പാടില്ല. നിങ്ങൾ വയറ് നിറയ്ക്കുമ്പോ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു അനാഥ പട്ടിണി കിടക്കാൻ പാടില്ല. എത്ര വലിയ നിസ്കാരപ്പിഴമ്പിന്റെ ഉടമയാണെങ്കിലും, നിങ്ങൾ എത്രമാത്രം ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്തെല്ലാം പാവപ്പെട്ട മക്കളുടെ കല്യാണം ഈ കോട്ടിക്കുളത്ത് നടത്തിക്കൊടുത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും അനാഥ മക്കളെ കരയിപ്പിക്കുന്നവരാവാൻ പാടില്ല. അറഅയ്തല്ലദീ
യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ആരാണ് ദീൻ പൊളിച്ചു കളയുന്നത്? ആരാണ് ദീനിനെ കളവാക്കുന്നത്? ആരാണ് ദീനിനെ പുച്ഛിക്കുന്നവര്? ആരാണ് ദീനിനെ നിസ്സാരമാക്കുന്നത്? ഫദാലികല്ലദീ യദ്ഉൽ യതീം. അവര് അനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരാണ്. അവരനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണ്. അവരനാഥ മക്കളെ കൈയടിഞ്ഞ് സഹായിക്കാത്തവരാണ്. അബൂ സുഫിയാന്റെ മുമ്പിലേക്ക് ഒരു യതീമായ കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, വല്ലതും തരുമോ? 2 ഒട്ടകത്തെ അറുത്തിട്ടാണ് ഇവിടെ ഭക്ഷണം കൊടുത്തത്. 2 ഒട്ടകത്തെ അറുത്തിട്ടാണ് ഇവിടെ ഭക്ഷണം കൊടുത്തത്. അവരുടെ മുമ്പിലേക്കാണ് യതീമായ പാവപ്പെട്ട കുട്ടി ചെല്ലുന്നത്. എനിക്ക് വിശക്കുന്നുണ്ട്, തരുവോ എന്ന് ചോദിക്കുമ്പോ ആരോരുമില്ലാത്ത അടിമക്കൊച്ചാളെന്ന് പറഞ്ഞ് വടിയെടുത്തിട്ട് ആ പാവപ്പെട്ട കുഞ്ഞിന്റെ ദേഹത്ത് തല്ലിയിട്ട് ആ കുഞ്ഞിനെ ആട്ടിയോടിച്ചപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞു, നബിയേ, അനാഥ മക്കളെ ആട്ടിയോടിക്കല്ല നബിയേ. അങ്ങയുടെ മുമ്പിലേരെങ്കിലും യതീമിങ്ങൾ വന്നാൽ, അങ്ങയുടെ മുമ്പിലേരെങ്കിലും വാപ്പയില്ലാത്ത മക്കൾ വന്നാൽ, ഫദാലികല്ലദീ യദ്ഉൽ യതീം. ദീൻ പൊളിച്ചു കളയുന്നവരാണ് യതീമീങ്ങളെ ആട്ടിയോടിക്കുന്നവര്, അവരെ പരിഹസിക്കുന്നവര്, അവരെ പുച്ഛിച്ചു തള്ളുന്നവര്. 100 കണക്കിന് സങ്കടങ്ങൾ പേറി നടക്കുകയാണ് 5, 6, 7 വയസ്സായ അനാഥ മക്കൾ. ഈ ദുനിയാവിന്റെ നിലനിൽപ്പ് തന്നെ അവരുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് മഹാന്മാർ പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. നമ്മളൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്, നമ്മുടെ ഇബാദത്ത് കൊണ്ടാണ്, നമ്മുടെ അമല് കൊണ്ടാണ് ഈ ദുനിയാവ് നിലനിൽക്കുന്നതല്ല. ലൗലാ ശുയൂഖുൻ ഇലാഹി റുക്ഉ വസിബിയതും മിനൽ യതാമാ പ്രായാധിക്യത്തിന്റെ പടുങ്കുടിയിൽ വീണ ആബിദീങ്ങളായ പ്രിയപ്പെട്ട മോമിനീങ്ങളുടെ പ്രാർത്ഥന ഇല്ലാതെ വന്നാൽ, പാവപ്പെട്ട അനാഥ മക്കളുടെ കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന ഇല്ലാതെ വന്നാൽ ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് മഹാരഥന്മാര് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കോട്ടിക്കുളത്തുള്ളവരോട് പറയുകയാണ്. ഈ വിഷയം നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് ദഹിക്കൂല. പക്ഷെ ദഹിക്കുന്നത് എപ്പോഴെന്നറിയോ? വാപ്പാകുന്ന നിങ്ങളുടെ സന്തൂക്കിന്റെ പിന്നാലെ നിങ്ങളുടെ മക്കൾ കരഞ്ഞുകൊണ്ടോടുന്ന രംഗം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ? എന്റെ കോട്ടിക്കുളത്തെ പ്രിയപ്പെട്ട വാപ്പമാര്, എന്റെ വാപ്പാ, എന്റെ വാപ്പാ എന്ന് വിളിച്ച് 4 വയസ്സുള്ള, 5 വയസ്സുള്ള, 6 വയസ്സുള്ള, 7 വയസ്സുള്ള ആണും പെണ്ണുമായ മക്കൾ നിങ്ങളുടെ സന്തൂക്കിന്റെ പിന്നാലെ ഓടുന്ന രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുവോ? പിന്നീട് അവർക്ക് നബിദിനമില്ലേ? പിന്നീട് അവർക്ക് പെരുന്നാളില്ലേ? പിന്നീട് അവർക്ക് ആഘോഷങ്ങളില്ലേ? ആ സമയത്ത് കബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് നീ നിന്റെ മക്കളെ കാണുകയാണ്. അല്ലാഹുവേ, ഞാൻ തറയിൽ വെക്കാതെ പൊന്നുപോലെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട അരുമ മക്കള് ഇന്നിതാ ഒരു പുതിയ വസ്ത്രം ധരിക്കാൻ കഴിയാതെ, എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോ നല്ലൊരു ഭക്ഷണം കഴിക്കാനില്ലാതെ കോട്ടിക്കുളത്തെ ഉറൂസിന് ഞാൻ ആ പ്രിയപ്പെട്ട മക്കളെ എന്റെ തോളത്തിരുത്തി കൊണ്ടുപോയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നതല്ല, അവിടുത്തെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മക്കള് വാപ്പയാർ കബറിലാകുമ്പോ ആ മക്കള് കോട്ടിക്കുളത്തൂടെ നടക്കുമ്പോ ഒരാള് പോലും ചോദിക്കുന്നില്ലല്ലോ. ഞാൻ ജീവിച്ചിരുന്നപ്പോ എന്റെ തോളത്ത് കൈയിട്ട് നടന്നവര്, വളരെ നല്ല ഫ്രണ്ടായിട്ടിരുന്നവര്, ആരും ചോദിക്കുന്നില്ലല്ലോ, ഇതെന്റെ നാസറിന്റെ മോനല്ലേ, എന്റെ ബഷീറിന്റെ മോനല്ലേ, എന്റെ നൗഷാദിന്റെ മോനല്ലേ, എന്റെ സുലൈമാന്റെ മോനല്ലേ, എന്റെ സിറാജിന്റെ മോനല്ലേ, എന്റെ ഷരീഫിന്റെ മോനല്ലേ, മോനെ നിനക്ക് ഈത്തപ്പഴം വേണോ, നിനക്ക് ജ്യൂസ് വേണോ? ആരും ചോദിക്കുന്നില്ലല്ലോ. അല്ലാ, ഈ സങ്കടം നിനക്ക് അവിടെ കിടന്നു വരുമ്പോഴാണ് അതിന്റെ ഫീൽ നിനക്കുണ്ടാവുന്നത്. അതുകൊണ്ട് കോട്ടിക്കുളത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത പാവപ്പെട്ടവരായ ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിലെ ഒരു അനാഥ കുഞ്ഞിനെയും എന്റെ പ്രിയപ്പെട്ടവരെ കരയിപ്പിക്കാൻ ഇടവരല്ലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരുപാട് വാപ്പമാര് യുദ്ധത്തിന് പോകുമ്പോ മക്കളോട് ആ വാപ്പമാര് പറഞ്ഞിട്ട് പോകും, മക്കളെ 1% പോലും മടങ്ങി വരാൻ സാധ്യതയില്ല, ജിഹാദല്ലേ. നേരത്തെ ഇവിടെ സുമരീറിന്റെ കാര്യം പറഞ്ഞപ്പോൾ
കോട്ടിക്കുളത്തെ ശുഹദാക്കളുടെ മയ്യത്തുകൾ കൊണ്ടുവന്ന രംഗങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പ്രസംഗിക്കാൻ സമയമായെങ്കിലും അത് കേൾക്കുമ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടായി. കാരണം അത് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ ദീനിന് അവർ കൊടുത്ത അവരുടെ ജീവിതം അത്രമേൽ വിലപ്പെട്ടതായിരുന്നു. അവർക്ക് മണവാട്ടിമാരെ ഒരുക്കി ആ യാത്രയിൽ കൂടെ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ്. ഓരോ വാപ്പമാരും അള്ളാന്റെ ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ കുഞ്ഞുമക്കളുണ്ടാവും, കവളത്ത് മുത്തം കൊടുക്കും, വാരിപ്പുണരും, ഇറങ്ങിപ്പോവും. അവര് പോകുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. മക്കൾക്ക് പനിയാണെങ്കിൽ നിസ്കാരം പോലും കളാക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും കാലത്താണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കുറേ സഹാബികൾ പോയി മടങ്ങി വരുമ്പോൾ ബശീർ എന്ന് പറയുന്ന പൊന്നുമോൻ വഴിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, യാ അല്ലാഹ്, സ്വഹാബ, ഇവിടെ കാത്തു നിൽക്കുന്ന പൊന്നുമോന്റെ വാപ്പ നമ്മുടെ കൂടെ യുദ്ധത്തിന് വന്ന് ഷഹീദായി പോയിട്ടുണ്ട്. അവൻ വാപ്പയെ കാത്തിരിക്കുകയാണ്, അവൻ വാപ്പയെ കാത്തിരിക്കുകയാണ്. സഹാബികൾ മുഴുവനും കരയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, ആപ്പിൾ പഴം പോലിരിക്കുന്ന കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ വാപ്പച്ചി രണാകണത്തിൽ മരിച്ചുപോയി എന്ന് എങ്ങനെ പറയും നബിയേ? എല്ലാവരും പ്രയാസപ്പെട്ടു. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞല്ലേ മതിയാകൂ. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, ഐന അബീ യാ ഹബീബല്ലാഹ്, എന്റെ വാപ്പച്ചി എവിടെ നബിയേ? എന്റെ വാപ്പച്ചി എവിടെ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. കാരണം മുത്തു ഹബീബിന് അറിയാം, അല്ലാഹുവിന്റെ റസൂലിനെ ആമിന ബീവി പ്രസവിക്കുമ്പോ വാപ്പയില്ലല്ലോ. ആനന്ദിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും താരാട്ടാനും ഉമ്മ വെക്കാനും ഓമനിക്കാനും വാപ്പയില്ലല്ലോ. അതുകൊണ്ട് ആമിന ബീവിയുടെ കയ്യിലിരുന്ന് തേങ്ങിക്കരഞ്ഞ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു യതീമിന്റെ നൊമ്പരം ആരും പറഞ്ഞു കൊടുക്കണ്ട. ഹബീബിന്റെ കണ്ണ് നിറയുകയാണ്. ഐന അബീ യാ റസൂലല്ലാഹ്, മുത്തായ ഹബീബിന്റെ കമീസ് പിടിച്ചിട്ട് ആ കമീസ് ഇങ്ങനെ കുലുക്കിയിട്ട് ചോദിക്കും, എവിടെ നബിയേ? എന്റെ വാപ്പ എവിടെ നബിയേ? എന്റെ വാപ്പച്ചി എവിടെ നബിയേ? പുന്നാർ റസൂൽ അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ആ മോനെ ചേർത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് എന്നെ ഇഷ്ടമാണോ പൊന്നുമോനെ? മോനെ നിനക്ക് എന്നെ ഇഷ്ടമാണോ പൊന്നുമോനെ? ആ മോൻ പറയുകയാണ്, ഇവിടെ അൽബിറിലെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ഖുർആൻ ഓതിയില്ലേ? ആ മോളോട് നിങ്ങൾ ചോദിക്കണം ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. സമസ്ത പഠിപ്പിക്കുന്നുണ്ട് അൽബിറിലൂടെ, ഉമ്മയെക്കാളും വാപ്പയെക്കാളും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രേമമാണ്, ആ സ്നേഹാഗ്നിയാണ് കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലേക്ക് കൊളുത്തിവിടേണ്ടത്. ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മോനെ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ മോനെ? ഇഷ്ടമാണ് നബിയേ, എനിക്ക് അങ്ങ് ഇഷ്ടമാണ് നബിയേ. എത്രത്തോളം നിനക്ക് ഇഷ്ടമാണ്? ആ കുഞ്ഞു പറയാണ്, ആകാശത്തോളം എനിക്ക് നബിയെ അങ്ങ് ഇഷ്ടമാണ്, ആകാശത്തോളം എനിക്ക് അങ്ങ് ഇഷ്ടമാണ് നബിയേ. മോന്റെ വാപ്പയെക്കാളും ഇഷ്ടമാണോ? മോന്റെ ഉമ്മയെക്കാളും ഇഷ്ടമാണോ? ആ പൊന്നുമോൻ പറയുന്നു, ലോകത്ത് ആരെല്ലാം എനിക്കുണ്ടോ യാ റസൂലല്ലാഹ്, അവരെക്കാളെല്ലാം എനിക്ക് അങ്ങ് ഇഷ്ടമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മോനെ ഞാൻ മോന്റെ വാപ്പയാണെങ്കിലോ? ഞാൻ മോന്റെ വാപ്പയാണെങ്കിലോ? ബശീർ എന്ന പൊന്നുമോൻ പറയുന്ന, നബിയേ ഞാൻ പാവപ്പെട്ടവനാണ്, ഒരു മുത്തുനബി എന്റെ വാപ്പയാവുക എന്നത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആ കുഞ്ഞിനെ വാരിയെടുക്കുകയാണ്, രണ്ട് കവളത്തും മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ
ഇന്നു മുതൽ നിന്റെ വാപ്പ മുഹമ്മദാണ്, ഇന്നു മുതൽ നിന്റെ വാപ്പ ഞാനാണ്. സത്യമാണോ നബിയേ? സത്യമാണ് നബിയേ. കണ്ണീര് തുടച്ചു പുഞ്ചിരിക്കുന്ന പിഞ്ചുബാലൻ ആ കയ്യിൽ നിന്നിറങ്ങിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ മക്കാ മണ്ണ് മുഴുവനും ഞാനൊന്ന് പോയി പറയട്ടെ നബിയേ. ഓരോ സഹാബത്തിന്റെ വീടിന്റെ വാതിലും മുട്ടുകയാണ്. അവര് വാതിൽ തുറക്കുമ്പോ പറയുന്നു, അറിയോ എന്റെ വാപ്പ മുഹമ്മദ് നബിയാ, എന്റെ വാപ്പ മുഹമ്മദ് നബിയാ. വഴിയോരങ്ങളിലൂടെ വരുന്ന മുഴുവൻ ആളുകളോടും എന്റെ വാപ്പ മുത്തു നബിയാ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഓടി തുള്ളിച്ചാടുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു എന്ന് സഹാബത്ത് പറയുകയാണ്. അങ്ങനെ ചിരിക്കട്ടെ കോട്ടിക്കുളത്തെ പ്രിയപ്പെട്ടവര്. അനാഥ മക്കൾ കരയരുത്, അനാഥ മക്കൾ ശപിക്കരുത്, അവർ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. അവര് പട്ടിണി കിടന്നിട്ടല്ലോ എന്റെ വാപ്പയില്ലാത്തത് കൊണ്ടാണല്ലോ എന്നൊരിക്കലും അവര് പറയല്ലേ. അത് നിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാണ്. നമ്മളിപ്പോ അവരെ വാരിപ്പുണരാനും അവരുടെ വാപ്പയാകാനും ഒന്നും നിൽക്കണ്ട. പക്ഷേ അവരുടെ കണ്ണീര് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പണ്ട് ഈ പഴയ കാലത്ത് കുറേ മാപ്പിളപ്പാട്ട് എഴുതുന്ന ആളുകളുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന പേര് പറയുന്നത് ഒരു ഇസ്ലാമിക ഗാനം. ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു, അവരിപ്പോൾ കാണുന്നില്ല, എല്ലാവരും നിർത്തിയെന്ന് തോന്നുകയാണ്. ഈ ബാപ്പു വെള്ളിപ്പറമ്പ്, അതുപോലെ OM കരുവാരക്കുണ്ടൊക്കെ നെഞ്ച് തൊട്ട് തുറന്ന് എഴുതുന്ന കുറേ എഴുത്തുകാരായിരുന്നു. ഇപ്പം അവർ വളരെ അപൂർവമായിട്ട് പിന്നെ മാപ്പിളപ്പാട്ടും എന്താണ് ഈ പുതിയ പെണ്ണിനെ ഇറക്കി കൊണ്ടുവരുന്ന പാട്ടും പുതിയ ആപ്പിളെ കൊണ്ടുവരുന്ന പാട്ടിലേക്കൊക്കെ ചുരുങ്ങിപ്പോയോ എന്ന് സംശയം തോന്നിപ്പോവാണ്. OM കരുവാരിക്കുണ്ടെന്ന് പറയുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. ഒറ്റമാളിയക്കൽ മുത്തുക്കോയ തങ്ങളാണ് ആ സാധനം. അപ്പൊ അവരുടെയൊക്കെ എഴുത്തിന്റെ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ആ സമയത്ത് ഞാൻ കേട്ടൊരു പാട്ടുണ്ട്. എന്നെ വാരി പുണരേണ്ടയാരും കഞ്ഞി തന്നാലതു തന്നെ പുണ്യം ആളുന്ന പൈതാഹം തീർത്ത റസൂലിന്റെ ആരംഭവും മത്തിമാരാരുമില്ലേ. എന്നെപ്പോലൊരു തീമീനെയെന്ന് പുന്നാര നബി വാരിപ്പുണർന്ന്. രസാണ്. ഒരു യതീമായ കുട്ടി കരഞ്ഞിട്ട് പാടുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു പോകും നമുക്ക്. അള്ളാഹു ആ കൈകൾക്കൊക്കെ ഒരുപാട് ബറക്കത്ത് കൊടുക്കട്ടെ. എഴുത്ത് അതാണ്, ഒരു എഴുത്തെന്ന് പറയുന്നത് ചില ആളുകളെ വല്ലാണ്ടാക്കി കളയാനും ഇല്ലാണ്ടാക്കി കളയാനും എഴുത്തു മതി എന്നുള്ളതാണ്. ഞാൻ പണ്ട് മദ്രസ പാടിയൊരു പാട്ടുണ്ട്. ഇപ്പോഴും അത് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വാപ്പയൊക്കെ മരണപ്പെട്ടിട്ട് 10 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലിപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു ഫീലായി പോകും. ചെറുപ്പത്തിലെത്തിമാക്കിട്ട് എന്നെ വിട്ട് പിരിഞ്ഞല്ലോ അരുമപ്പും ഖനിയായ ബാപ്പ എൻ്റെ. ഇങ്ങനെ കരളിൻ്റെ കരളായ അങ്ങനെ വരുന്ന പെട്ടെന്ന് ഓർത്തപ്പോൾ ഇങ്ങനെ പാടിപ്പോയത്, എഴുതി വെച്ചതല്ല. അപ്പൊ ഇങ്ങനെ വാപ്പയുടെ നഷ്ടം അതൊരു വലിയ നഷ്ടമല്ലേ? ഉമ്മ നഷ്ടപ്പെടുന്ന പോലല്ല. ഉമ്മ നമുക്ക് സ്വർഗമാണ്. ഉമ്മ ഇല്ലെങ്കിൽ ആ വീട് ആകെ ഇരുട്ടാണ്, ഒക്കെ ശരിയാണ്. വാപ്പയില്ലെങ്കിൽ ഉമ്മയുണ്ടെങ്കിലും ആ വീട് ഇരുട്ടാണ്. വാപ്പയില്ലെങ്കിൽ ഉമ്മ ഉണ്ടെങ്കിലും ആ വീട് ഇരുട്ടാണ്. ഉമ്മ ചിരിക്കണമെങ്കിൽ വാപ്പ വേണം. ഉമ്മ സന്തോഷത്തോടെ മക്കളെ നോക്കണമെങ്കിൽ വാപ്പ വേണം. വാപ്പ ഉള്ള പ്രതീക്ഷയിലാണ് ഉമ്മ ഈ കളികൾ മൊത്തവും കളിക്കുന്നത്. വാപ്പ ഉള്ള പ്രതീക്ഷയിലാണ് ഉമ്മ മോനെ കൊഞ്ചിച്ച് ലാളിച്ച് അല്ലേ. വാപ്പച്ചി വരുമ്പോ പറഞ്ഞു കൊടുക്കട്ടെ, വാപ്പച്ചി വരട്ടെ, അങ്ങനെ അങ്ങനെ ഓരോ കൊഞ്ചൽ വർത്താനം ഉമ്മാക്ക് വരുന്നത് വാപ്പ വരും എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ ഉമ്മ വീടിന്റെ ഒരു മൂലക്ക് കിടക്കുന്നത് കാണാം. മക്കൾ പോയി പറയും ഉമ്മ ഉമ്മ, കൂടെ കൂടെ വിളിക്കും, പക്ഷേ ഉമ്മ അനങ്ങൂല. ഉമ്മ കരഞ്ഞ് കലങ്ങിയിരിക്കുന്നുണ്ടാവും. എത്ര കൊല്ലം കഴിഞ്ഞ് വാപ്പ മരിച്ച എത്ര കൊല്ലമാവട്ടെ ആ രംഗവും ആ ഇഷ്ടവും ആ നടത്തയും ആ വരവും ഒക്കെ ഓർക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് നീറുന്നുണ്ടാവും. അപ്പൊ എത്രമാത്രം ഈ മക്കൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ചെറിയ പ്രായത്തിൽ അനാഥകളാക്കി കളയല്ലേ അല്ലാഹ് ദുആ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ്. എൻ്റെ സുഹൃത്തിന് ഔഷാദിന് 5 മക്കളാണ്. അല്ലാഹു ആ മക്കൾക്ക് മുഴുവനും അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ബുദ്ധി കൊടുക്കട്ടെ, ഇൽമു കൊടുക്കട്ടെ. ഇവിടുത്തെ ദുബായിൽ ജോലി ചെയ്യുന്ന അജ്മാനിലെ ബഷീർ സാഹിബ്
ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരനും ഭാര്യയും മക്കളുമാണ്. എന്തോ ഒരു സ്നേഹമാണെന്നറിയാം. അവരുടെ മക്കൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ മക്കൾ യതീമാകുമോ എന്ന് ചിന്തിച്ച് കരയുന്ന എല്ലാ പ്രാർത്ഥനകളിലും ഞാൻ ഓർക്കുന്ന ഒരു സഹോദരനാണ് ബഷീർ. കാരണം ചിന്തിക്കാൻ പറ്റൂല, മക്കളെ വല്ലാണ്ട് സ്നേഹിക്കുന്ന കാണുമ്പോൾ അവർക്ക് വാപ്പയില്ലാതായി പോകുന്ന രംഗത്തെ കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു 5 ഹദീസ് ഞാൻ പറഞ്ഞുതരാം. 1 2 ഒരു 5 ഹദീസ്. ഈ 5 ഹദീസ് നമ്മൾ മനസ്സിലാക്കി അതിനെ ഒന്ന് ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം അൽഹംദുലില്ലാഹ് അനാഥ മക്കളെ തൊടാതെ, അവരെ വേദനിപ്പിക്കാതെ, അവരെ കഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവരായി നമ്മൾ മാറും. ഒന്നാമത്തെ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇയ്യാകും വബുകാഉൽ യതീം, ഇയ്യാകും വബുകാഉൽ യതീം. നിങ്ങൾ അനാഥ മക്കളുടെ കരച്ചിലിനെ സൂക്ഷിക്കണേ. നിങ്ങൾ അനാഥ മക്കളെ കരയിപ്പിക്കല്ലേ. അവരെ കണ്ണീരിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അവരെ കണ്ണീരിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവേ, നിങ്ങൾ കാരണം അവർ കരയാൻ പാടില്ല. നിങ്ങൾ കാരണം അവര് സങ്കടപ്പെടാൻ പാടില്ല. നിങ്ങൾ കാരണം അവരെ വേദന കൂടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 7 വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു പാപം ഏതെന്നറിയോ? അക്ലു മാലുൽ യതീം. 7 വൻപാപം, കള്ള്, വ്യഭിചാരം, ഉമ്മയെ ചവിട്ടുക, അങ്ങനെ എണ്ണി വന്ന കൂട്ടത്തിൽ വളരെ പ്രധാനമായി എണ്ണിയ ഒരു പാപമാണ് അക്ലു മാൽ യതീം. യതീമിന്റെ പൈസ കഴിക്കുക. ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് എടുത്താണ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. അതിലൊരു വിധവയായ സഹോദരി പറഞ്ഞു, ഭർത്താവ് മരിച്ചപ്പോൾ കിട്ടിയ ഒരു 10-25 ലക്ഷം രൂപയുണ്ട്, നിങ്ങളുടെ കമ്പനിയിലേക്ക് തരട്ടെ, എൻ്റെ മക്കൾക്ക് മാസം എന്തെങ്കിലും കൊടുത്താൽ മതി. 25 ലക്ഷം കിട്ടിയാ കഴിക്കോ, 30 ലക്ഷം കിട്ടിയാ നഷ്ടപ്പെടുത്തോ? അത് വാങ്ങും, എന്നിട്ട് ബിസിനസ് നടത്തും. ഈ പാവപ്പെട്ട വിധവയായ സ്ത്രീ ഈ മക്കളെയും കൊണ്ട് അങ്ങനെ ഇറങ്ങിക്കേറി നടക്കും. ഇപ്പൊ എല്ലാ ബിസിനസ്സും അങ്ങനെയാണല്ലോ. 3 മാസം കഴിയട്ടെ, 6 മാസം കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ, ലാഭം എടുക്കാറായിട്ടില്ല. അങ്ങനെ പറഞ്ഞു ഒന്നുമില്ലാതായി പോകുമ്പോ ആ ബിസിനസ്സിൽ നിന്ന് ആരെല്ലാം കഴിച്ചിട്ടുണ്ടോ, ആ ബിസിനസ്സിൽ നിന്ന് ആർക്കെല്ലാം നീ കൊടുത്തിട്ടുണ്ടോ, അത് മുഴുവനും നരകത്തിന്റെ തീയാണ്. വേറൊരു സമ്പത്തിനെ കുറിച്ചും ഇത്ര ശക്തമായ ഭാഷയിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. അനാഥ മക്കളുടെ സ്വത്ത് അപഹരിച്ച് കഴിക്കുന്നവരാരാ? അവർക്ക് ആളിക്കത്തുന്ന നരകമാണ്. അവർ തിന്നുന്നത് യതീമിന്റെ തീ ഭക്ഷണമാണെങ്കിൽ നരകത്തിന്റെ തീയാണ് എന്ന് ഹദീസല്ല, അല്ലാഹുവിന്റെ ഖുർആൻ. രണ്ടാമത്തെ ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ് ആ കണ്ടന്റ് മാത്രം പറഞ്ഞു പോവാൻ. രണ്ടാമത്തെ ഹദീസ് ശ്രദ്ധിക്കണം നിങ്ങൾ. രണ്ടാമത്തെ ഹദീസ്, കുല്ലിൽ യതീമി കല്ലബിർ റഹീം. യതീമിന് വേണ്ടി നീ കരുണയുള്ള വാപ്പയെ പോലെയാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു യതീമിന്റെ മുമ്പിൽ നീ ആരാകണം? കാരുണ്യമുള്ള വാപ്പ, ദേഷ്യമുള്ള വാപ്പ പോലുമല്ല. വെറും ഒരു വാപ്പയാവാനല്ല പറഞ്ഞത്. ഒരു യതീമിന് നീ വെറും ഒരു വാപ്പയാവാനല്ല പറഞ്ഞത്, സ്നേഹമുള്ള വാപ്പയാവണം. യതീമായ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ സ്നേഹമുള്ള വാപ്പയാവണം, കാരുണ്യത്തിന്റെ വാപ്പയാവണം. ഇപ്പൊ പ്രസംഗത്തിന് പോയ സദസ്സുകളിലെ ഒരുപാട് അനുഭവത്തിൽ 1-2 പറഞ്ഞു തരാം. ഒന്ന്, ഈ അടുത്ത സമയത്ത് പോയ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനായി ചെന്നിരിക്കുമ്പോൾ ഈ വീടിന്റെ തൂണുണ്ടല്ലോ, തൂണിന്റെ മറവിൽ ഒരു ചുന്ദരിക്കുട്ടിയായ മോള്, 2 പല്ലൊക്കെ ഇളകി. ഒരു രസമാണല്ലോ ചെറിയ കുഞ്ഞുങ്ങളെ പല്ലൊക്കെ ഇളകിയിരിക്കുമ്പോൾ കാണാം, മുടിയൊക്കെ വാരി കെട്ടിവെച്ച് നല്ല സുന്ദരിയായ വെളുത്തു തൊടുത്തൊരു റോസാദളം പോലിരിക്കണം മോള്. തൂണിന്റെ മറവിലൂടെ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ മോളെ ഇങ്ങനെ വിളിച്ചു. ആ മോള് ഓടി വന്നു, വിളിക്കാൻ കാത്തിരുന്ന പോലെ ഓടി വന്നു. മടിയിലേക്ക് കയറിയിരുന്നു, മുത്തൊക്കെ കൊടുത്തു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, സന്തോഷിപ്പിച്ചു വിട്ടു. എന്നോട് പുറകിൽ നിന്ന് ഒരാൾ പറയാണ്, ഉസ്താദേ ആ കുഞ്ഞിന്റെ കഥ പറയാനുണ്ട്, ആ മോള് യതീമാണ്. അല്ലാഹുവേ, ഒരു 4 വയസ്സ് തന്നെ ആവുള്ളൂ.
അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഭർത്താവും ഭാര്യയും ഗൾഫിൽ താമസിക്കട്ടെ കുറെ നാൾ. അങ്ങനെ ഗൾഫിൽ താമസിച്ചു. ഭാര്യ ഗർഭവതിയായി 4 മാസമായപ്പോ ഭർത്താവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അതിൽ ജനിച്ച മോളാണ്. വാപ്പയെ കണ്ടിട്ടില്ല. വാപ്പ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയില്ല. വാപ്പയെ കണ്ടിട്ടില്ല. വാപ്പയുടെ ചൂട് കിട്ടിയിട്ടില്ല. വാപ്പയുടെ തലോടൽ കിട്ടിയിട്ടില്ല. വാപ്പയുടെ പരിചരണം കിട്ടിയിട്ടില്ല. കണ്ണൂർ ഇരിണാവിൽ പ്രസംഗത്തിന് പോയി. പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ ആണുങ്ങളൊക്കെ മുസാഫഹത്ത് ചെയ്യാൻ ആൺകുട്ടികളും മുതഅല്ലിമീങ്ങളും ഒക്കെ വരുന്നതിനിടയിലൂടെ 2 കുഞ്ഞു കൈകൾ ഒരു പൊന്നുമോൾ, ഉസ്താദേ എന്റെ വാപ്പച്ചിക്ക് ദുആ ചെയ്യണം. ആ മോളുടെ ഭംഗി, ആ മോളുടെ ചന്തം, ആ മോളുടെ സംസാരം. വാപ്പച്ചി ഗൾഫിലാണോ മോളെ? ഇല്ല ഉസ്താദേ, വാപ്പച്ചി പള്ളിക്കാട്ടിലാണ്. സഹിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. കണ്ണൂർ ജില്ലയിലെ ഇരിണാവിലെ സഹോദരങ്ങൾക്ക് ആ രംഗം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ അല്ലാഹുവേ എത്രയെത്ര സംഭവങ്ങളുണ്ട് മനസ്സിനെ മുറിവേൽപ്പിച്ചത്, ഹൃദയം വല്ലാണ്ട് ഞുറുങ്ങിപ്പോയ എത്രയെത്ര അനുഭവങ്ങളുണ്ട്. അല്ലാ, ഒരിക്കലും അനാഥ മക്കളെ കരയിപ്പിക്കാൻ ഇടവരുത്തല്ല അല്ലാ. സ്മൃതിപഥത്തിലൂടെ മാറാതെ നിൽക്കുന്ന കണ്ണീരിന്റെ അനാഥ മക്കളുടെ ഓർമ്മകളെ ഈ കോട്ടിക്കുളത്തേക്ക് പറയുമ്പോ, മക്കളെ പ്രസവിച്ച ഉമ്മ, മക്കളെ പോറ്റി വളർത്തുന്ന വാപ്പ, അവരെ നീ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പൊ ഉള്ളുരുകി ദുആ ചെയ്യുന്നുണ്ടാകും. അല്ലാഹുവേ, എന്റെ മക്കളെ നീ കുഞ്ഞുപ്രായത്തിൽ അനാഥകളാക്കല്ല അല്ലാ. ഉറപ്പായിട്ടും നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്തെ ഹദീസ് എന്താ? ഹദീസ് അങ്ങനെ തന്നെ അറബി പറയാൻ പറ്റിയില്ലെങ്കിലും ഹദീസിന്റെ ആശയമെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. 1, ഇയ്യാക്കും വബുക്കാഉൽ യതീം, യതീമിന്റെ കണ്ണീരിനെ നിങ്ങൾ സൂക്ഷിക്കുക. 2, കുൽ ലിൽ യതീമി അബൽ റഹീം, യതീമായ കുഞ്ഞിന് നിങ്ങൾ കാരുണ്യമുള്ള വാപ്പയാകണം. 3, ഇർഹമിൽ യതീം വംസഹ് റഅസഹു. എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് നമ്മുടെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുന്നത്. യതീമിനോട് കരുണ കാണിക്കുക, ആ യതീമിന്റെ തല തടവുക. നബി മുഹമ്മദ് മുസ്തഫ. ഈ തലയിൽ ഒരുപാട് സാധനം ഒളിച്ചു കിടപ്പുണ്ട്. ഭർത്താവിന്റെ തലമുടികൾക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് ഭർത്താവിനെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഭാര്യ, ഒരിക്കലും ആ ഭർത്താവ് ആ ഭാര്യയെ ത്വലാക്കുകയില്ല. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഭാര്യയുടെ മടി കിടന്നിട്ടുണ്ട്. സമയം വേണ്ടേ? പൊതുപ്രവർത്തനം, വിപ്ലവം. നമ്മളങ്ങനെ കിടന്നിട്ട് ഭാര്യയുടെ കൈ കൊണ്ടിങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്തു തരാറ്. ഇത് തലേന്ന് പേൻ കിട്ടൂല, പക്ഷെ അവരിങ്ങനെ മുടിയുടെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സൗണ്ട് ഉണ്ടാക്കും. എന്താ ഒരു രസമാണത്. അതൊരു രസമാണ്. അത് ഉമ്മ മക്കൾക്ക് ചെയ്തു തരും. ഭാര്യയോട് നിങ്ങളിങ്ങനെ പറയണം. വല്ലപ്പോഴൊക്കെ ഖത്തീബ് ഉസ്താദ് പോയി, അല്ലെങ്കിൽ ചോദിക്കായിരുന്നു. അതാണ് വലിയ തലയും കൂടെ അല്ലേ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാനും മെനിങ്ങാന്ന് പ്രസംഗിച്ച പാറപ്പള്ളിയിലാണ് 3 വർഷം ഇവിടുത്തെ ഖത്തീബ് പഠിച്ചത്. അവിടുത്തെ ബഷീർ എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ സുഹൃത്താണ്, നമ്മുടെ ഫ്രണ്ടാണ് അവിടുത്തെ ഖത്തീബ് എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ആളാണ്. 10 വർഷമായില്ല ഇവിടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഇൽമിലും ഖിദ്മത്തിലും ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യണം നമ്മൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലമുടികൾക്കിടയിലൂടെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ഒന്ന് വിരലുകൾ കൊണ്ട് ഇങ്ങനെ പതിയെ 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 പതിയെ. അപ്പൊ സഹോദരിമാര് പറയും, നമുക്കല്ലേ ഉസ്താദെ വലിയ മുടി, ഞങ്ങളല്ലേ ചെയ്യേണ്ടത്. അത് അതിൻ്റെ ഒരു ശാരീരിക ശാസ്ത്രം അറിയാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാം, നിങ്ങൾ 5 മിനിറ്റ് മതി എനിക്ക് പോയെന്നാണ്. പക്ഷെ ആണുങ്ങൾ അങ്ങനെ പറയൂല, മതിയില്ല. അതാണ് അതിൻ്റെ ശാരീരിക ശാസ്ത്രം. അത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് നമ്മൾ മടി കിടന്നു എന്ന് പറഞ്ഞ് തലയിൽ ഇങ്ങനെ തടഞ്ഞ് 2 മിനിറ്റ് കഴിയാം, മതി ഒന്ന് നിർത്ത് മനുഷ്യ. അതാണ് അത് നിങ്ങൾക്ക് പറ്റൂല. ആ സാധനം അത് തിരിച്ചാണ് സംഭവം. നിങ്ങൾക്ക് പറ്റുന്ന വേറെ സാധനങ്ങളുണ്ട്, പക്ഷെ അത് ഈ വിഷയത്തിലുള്ളതല്ല. അത് ഞാൻ വേറെ വിഷയത്തിൽ പറയാം. ഇതിപ്പോൾ അത് പറയാൻ പറ്റും.
ഇർഹമിൽ യതീം, യതീമിനോട് കരുണ കാണിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് വംസഹ് റഅസഹു, യതീമിന്റെ തല തടവുക. അല്ലാഹ് പടച്ചോനെ, നിന്റെ ഹബീബിനല്ലാതെ ഇത് പറയാൻ പറ്റൂല. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ നെഞ്ചിൽ നൊമ്പരം പെരുത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരുത്ത്. ആ ഹബീബിനല്ലാതെ പറയാൻ കഴിയൂല, ആ മുത്തുനബിക്കല്ലാതെ പറയാൻ കഴിയൂല. യതീമായ മക്കളുടെ തലയിലേക്ക് നിങ്ങൾ കൈകൊണ്ട് തടവണേ. ലികുല്ലി ശഅറത്തിൻ തമറു അലൈഹാ, ആ തലമുടിയുടെ എണ്ണമനുസരിച്ച് നിങ്ങളുടെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തലമുടിയുടെ എണ്ണം അനുസരിച്ച് പാപം പൊറുക്കാൻ മക്കത്ത് വെച്ച് തടവണ്ട. കോട്ടിക്കുളത്ത് വീടിന്റെ മുറ്റത്ത് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോ നിങ്ങളുടെ സുഹൃത്തിന്റെ മകൻ, സുഹൃത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ടു, നിങ്ങളുടെ സുഹൃത്തിന്റെ മകൻ നിന്ന് കളിക്കുകയാണ്. വേഗം വണ്ടി നിർത്തി, മോനെ ഇങ്ങോട്ട് വടാന്ന് വിളിച്ചു. അവൻ ഓടി വന്നു. നിനക്ക് സുഖല്ലേ? സുഖമാണ്. ആ കൈ കൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ചു, നിങ്ങളെ തടവി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോൻ പറയണം. മിഠായി വാങ്ങി ഇച്ചിരി പൈസ കൊടുത്ത്, വണ്ടിക്കകത്ത് മിഠായി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കണം. ഓരോ മുടി അല്ലാഹുവിന്റെ മലക്കുകൾ എണ്ണും. നിങ്ങൾ ആ കുഞ്ഞിന്റെ തലയിൽ തടവിയപ്പോൾ എത്ര മുടിയാണ് നിങ്ങളുടെ കരസ്പർശനത്തിൽ പങ്കാളികളായത്, അതിനനുസരിച്ച് പാപം പൊറുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മനസ്സ് വല്ലാതെ കട്ടിയായി പോയി, പരിശ സ്വഭാവക്കാരനാണ്, ആരോടും എതിർത്ത് സംസാരിക്കും നബിയേ, എപ്പോഴും ദേഷ്യമാണ് ഹബീബേ, ഒരു വാത് കേട്ടാ കരയൂല, ഒന്ന് നിസ്കരിച്ചാ കരയൂല, റമളാനിന്റെ 27-ാം രാവിലെ എല്ലാവരും കരഞ്ഞാലും ഞാൻ കരയൂല, എന്റെ മനസ്സ് കട്ടിയായി പോയി നബിയേ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇംസഹ് റഅസൽ യതീം, യതീമായ കുഞ്ഞിന്റെ തല ഒന്ന് തടവിയാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. യതീമായ കുഞ്ഞിനെ വെറുതെ തടവലല്ല, തടവുമ്പോ അവന്റെ വാപ്പയെ ഓർക്കണം, അവന്റെ വാപ്പയുടെ സ്നേഹത്തെ ഓർക്കണം, അവന്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണം, നിന്റെ മക്കളെ ആലോചിക്കണം. അപ്പൊ നിന്റെ മനസ്സിനൊരു അലിവ് വരും, നീ മരണത്തെക്കുറിച്ച് ബോധമുള്ളവനായി മാറും. നാലാമത്തെ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലദീ ബഅസനി ബിൽ ഹഖ്, എന്നെ പറഞ്ഞു വിട്ട പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅദ്ദിബുല്ലാഹു യൗമൽ ഖിയാമ മൻ റഹിമൽ യതീം വനാല ലഹു ഫിൽ കലാം. ഖിയാമത്ത് നാളിൽ ഒരു ശിക്ഷയും അല്ലാഹു കൊടുക്കൂല. ആർക്ക്? സംസാരത്തിൽ യതീമിനോട്, ഒരു മയത്തിൽ സംസാരിക്കുന്ന ഒരു സഹോദരന് ഖിയാമത്ത് നാളിൽ ഒരു ശിക്ഷയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവസരെ കണ്ണു നീ ഒപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം ഓശാരം. എന്താ അടുത്ത വരി? അടുത്ത വരി എന്താ? അടുത്ത വരി എന്താ? എത്തീമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ലാഹ് വർഷിക്കും സഹായം. മുത്തോറസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിലെ സ്ഥാനം. അങ്ങനെ തന്നെ പച്ചക്ക് എഴുതി, യതീമിന്നത്താണി അങ്ങനെ തന്നെ എഴുതി, ഒരു വരി കുറച്ചില്ല, ഒരു വാക്കും വിട്ടില്ല, അങ്ങനെ തന്നെ എഴുതി വെച്ചു. അല്ലാഹുവേ, ആ ഹബീബ് പറഞ്ഞ സ്നേഹം ആ പാവങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.
പരലോകത്ത് അല്ലാഹു വിരൽ കൊണ്ട് ആഗ്രഹിക്കുന്ന സ്വർഗത്തിന്റെ നദി വരക്കുന്ന ഒരു സംഘമുണ്ട് പരലോകത്ത്. അവരാരെന്നറിയുമോ? വയുത്ഇമൂന അത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അനാഥ മക്കൾക്ക് പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരാണ്. അത് കൊടുത്തിട്ട് നാട് നീളെ പറയുന്നവരല്ല. ഒരു യതീമായ കുട്ടിക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ട് നാടിന്റെ പത്രം മുഴുവനും നെളിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരോട് പറയുകയാണ്, മോനെ കൂലി കിട്ടണം മോനെ. പാർട്ടി വളർത്തുക മാത്രമല്ല, പാർട്ടി വളർത്താൻ യതീമിനെ വിട്ടിട്ട് വേറെ ആരെങ്കിലും പിടിക്കണം. യതീമിനെ പിടിക്കരുത്. യതീമിന് കൊടുക്കുന്നത് പരമാവധി രഹസ്യമായിട്ട് തന്നെ കൊടുക്കണം. പാർട്ടി കാരുണ്യ പ്രവർത്തനം കൊണ്ട് വളർത്തണം, ഏത് പാർട്ടിയാണെങ്കിലും. അടുത്ത സമയത്ത് കേരളത്തിൽ ഒരു അറിയപ്പെട്ട പാർട്ടി നേതാവിന്റെ മോളെ കണ്ടു ഒരു കല്യാണത്തിന്. അപ്പോൾ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഒരു സഹായമൊക്കെ ചെയ്യും. പേരെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു അറിയപ്പെട്ട വലിയൊരു നേതാവാണ്. കേരളത്തിന് അതുപോലൊരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. അപ്പോൾ അവരുടെ മോള് തൃശ്ശൂരാണ് വീട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരെ വീട്ടിൽ പോയി കുറച്ചു നേരം സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഞാൻ 100 പാവപ്പെട്ട കുട്ടികൾക്ക് 100 മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരുത്തൻ ഒരു മൊബൈൽ വാങ്ങി കൊടുത്തിട്ട് നാട് നീളെ തെണ്ടി നടക്കുക. ആലോചിച്ച് നോക്കി. ഇത് പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തന്ത്രമാണ്. ആ ഒരു മൊബൈൽ തന്ത്രമാണ്. ഈ 100 തന്ത്രമില്ല. ഒരു പറയുന്നു എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ് ഉസ്താദെ, അതുകൊണ്ട് ചെയ്തതാണ്. ചിലപ്പോൾ നമുക്ക് അംഗീകാരം കുറയും, ചിലപ്പോൾ വോട്ട് കുറയും, ചിലപ്പോൾ തോക്കും. പക്ഷെ എന്നാലും ഈ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല. പറ്റുന്നിടത്തോളം ചെയ്യും. രഹസ്യമായി ഒരുപാട് ആളുകളെ സഹായിച്ചു എന്നറിഞ്ഞപ്പോ സത്യത്തിന് ഞെട്ടിപ്പോയി ഞാൻ. അപ്പോൾ ആ അല്ലാഹുവിന് വേണ്ടി ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അവരിൽ നിന്നൊരു നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. യതീമായ കുട്ടിക്ക് നിങ്ങൾ ഒരു 5 പവന്റെ സ്വർണം കൊണ്ട് കൊടുത്തു. ഒരു ഗതിയില്ലാതിരുന്ന സമയത്ത്, നിങ്ങൾക്കാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള സമയത്താ യതീമായ കുട്ടിക്ക് ഒരു 5 പവന്റെ സ്വർണം കൊണ്ട് കൊടുത്തു. കല്യാണമൊക്കെ കഴിഞ്ഞ് ആ യതീമായ കുട്ടിയും ഭർത്താവും കൂടി കോട്ടിക്കുളത്തൂടെ ബൈക്കിലും കൊണ്ട് പോകുമ്പോൾ നീ അവിടെ റോഡിൽ നിന്ന് കൈ കാണിച്ചിട്ട് അവള് മൈൻഡ് ചെയ്തില്ല. അപ്പൊ നീ എന്താ പറയാ, ഈ 5 പവനൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവേ അവര് ചിരിക്കെങ്കിലും ചെയ്തേനെ. ഇത് ചിന്തിച്ചാൽ തന്നെ ഈ 5 പവന്റെ കൂലിയും ആ സെക്കൻഡിൽ നഷ്ടപ്പെടും. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അവരിൽ നിന്നൊരു നല്ല വാക്ക് പോലും നീ പ്രതീക്ഷിക്കരുത്. കൊണ്ടു കൊടുക്കാൻ പോവാ. പിന്നെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് എന്തൊക്കെ വിശേഷം, മറ്റേ കല്യാണത്തിന് ഞാൻ സഹായിച്ചിരുന്നു, കൊച്ചാപ്പാടം മോള കല്യാണത്തിന് സഹായിച്ചിരുന്നു, അന്ന് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഭയങ്കര സംഭവം. ഒരു തേങ്ങാ തൊലിക്ക് നിൽക്കരുത്. കൊടുക്കുക, അപ്പോഴേ ഇറങ്ങിപ്പോവാ. ദുആ ചെയ്യാൻ പോലും പറയാൻ പാടില്ല. ഇരിക്കട്ടെ, ദുആ ചെയ്യൂ, എനിക്ക് ദുആ ചെയ്യും, എനിക്ക് ഒരുപാട് കിട്ടട്ടെ, അള്ളാഹ് എനിക്ക് തന്നോളൂ. നീ കൊണ്ട് കൊടുത്തിട്ട് നിന്റെ കാര്യം നോക്കി പോകണം. ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നീ ചുമന്നുകൊണ്ട് നടക്കരുത്. അനാഥ മക്കൾ നിനക്ക് വളരാനും നിനക്ക് പണമുണ്ടാക്കാനും നിനക്ക് സാമ്രാജ്യമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളതല്ല അനാഥ മക്കൾ. അറബി കോളേജിലെ കലണ്ടർ കൊടുത്തു വിടുന്ന ഉസ്താദുമാരോട് പറയാൻ, ഏത് മക്കളുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു വിട്ടോ. ഞാനത് പ്രസംഗിച്ചപ്പോൾ ഉസ്താദുമാർക്കൊക്കെ എന്നോട് വെറുപ്പായി, മെസ്സേജൊക്കെ അയച്ചു, ചീത്തൊക്കെ വിളിച്ചു. നിങ്ങൾക്ക് തൊണ്ടുണ്ട് നെഞ്ചുണ്ട്, സ്ഥാപനം വളർത്താൻ നമുക്ക് മക്കളെ കലണ്ടർ ഇട്ടാലേ പറ്റൂ. ആയിക്കോട്ടെ, പക്ഷെ യതീമായ മക്കളെ പറഞ്ഞു വിടരുത് ഉസ്താദുമാരെ. യതീമായ മക്കളെ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ നൗഷാദ് വാക്ക് വിക്ക് നിങ്ങളോട് പിണക്കവും വെറുപ്പൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷെ അല്ലാഹു നിങ്ങളോട് ഇടപെടും, അത് നിങ്ങൾ മറന്നു പോകരുത്. യതീമായ മക്കൾ വാപ്പ ഇല്ലാത്തത് കൊണ്ടല്ലേ ആ കോളേജിന്റെ കലണ്ടർ കൊണ്ട് ആ പൊന്നുമോനെ തെണ്ടേണ്ടി വന്നത്? വാപ്പ ഇല്ലാത്തത് കൊണ്ടല്ലേ? വാപ്പ ഉണ്ടെങ്കിൽ സമ്മതിക്കോ? അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അത് വളരെ അപകടം ചെയ്യും. നിങ്ങൾക്ക് മക്കളുണ്ട്, മറക്കരുത്. നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മറക്കരുത്. നിങ്ങൾക്ക് കുടുംബമുണ്ട്, മറക്കരുത്. നിങ്ങൾക്ക് മരണമുണ്ട്, മറക്കരുത്. അന്നോടെന്നുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. ഇനി വരാൻ പോകുന്ന വിശാലമായ ദിവസങ്ങളുടെ അന്നവും പാനവും ജീവിതവും രാത്രിയും പകലും നമ്മൾ ചിന്തിക്കണം. അല്ലേ? പണ്ട് യൂസുഫ് അലി കച്ചേരിയാണെന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും എത്തി. അത് മറക്കണ്ട. ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും എത്തി. അത് മറക്കരുത്. എപ്പോഴും നെഞ്ചിലുണ്ടായിരുന്നാൽ മതി. നമ്മുടെ എല്ലാ നിഗളിപ്പും അതോടുകൂടി അവസാനിക്കും.
അതുകൊണ്ട് മുത്തുനബി പറയുകയാണ് അല്ലാഹുവിൽ തന്നെയാണ് സത്യം. അല്ലാഹുവിൽ സത്യമിട്ടുകൊണ്ട് പറയുകയാണ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പരലോകത്തു ശിക്ഷയില്ല. വനാല ലഹു ഫിൽ കലാ, സംസാരത്തിൽ യതീമിനോട് മൃദുലമായ ഭാവം കാണിച്ച ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പരലോകത്ത് ശിക്ഷയില്ല. ദുനിയാവിലെ ഏറ്റവും ഖൈറായ വീട് ഏതെന്നറിയുമോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പെണ്ണ് കാണുന്ന ചടങ്ങ് പോലെ നല്ല പൊതി കേക്കും. കട്ടൻ ചായയാണോ കാപ്പിയാണോ? എന്താണ്? കട്ടൻ ചായ. കട്ടൻ ചായ മൂത്രം ഒഴിക്കാം. കാപ്പിയാണെങ്കിൽ ഒരു നോക്കാം. ചുക്കുണ്ട്. എരിവുള്ളതാണ് അല്ലല്ലോ? അതാണ്. എരിവുള്ള ഉണ്ടെങ്കിൽ ഒരു കൊണ്ടുവന്നാൽ പിന്നീട് കുടിക്കാം. ഇത് ചുമ്മാ മറ്റേ സാധനം ഇങ്ങനെ വെക്കൊണ്ടിരിക്കുക. കട്ടൻ ചായ മൂത്രം പോണ സാധനം. എന്നാലും കുടിച്ചോളി, റാഹത്തല്ലേ. ഇപ്പൊ ഈ തണുപ്പത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചൂട് ചായ കിട്ടുന്ന അല്ലാഹു. ഇതാരെങ്കിലും സ്പോൺസറാണോ? മക്കാമ് ക്ലബ്ബ് ഇവിടുത്തെ ക്ലബ്ബാ? മാഷാ അല്ലാഹ്. പേരെന്താ ക്ലബിന്റെ? പേരെന്താ? ഗോൾഡ് സ്റ്റാർ. അല്ലാഹു ഗോൾഡ് സ്റ്റാർ തന്നെ ആ മക്കൾക്ക് കൊടുക്കട്ടെ. അതൊക്കെ നല്ല കാര്യം. എല്ലാവരും മിനറൽ വാട്ടർ കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, അരി കൊടുക്കാൻ, ചപ്പാട് കൊടുക്കാൻ ഒക്കെ മത്സരിക്കണം. നല്ലതാണ്. ലൈറ്റിന് ഒരു ടീം, അതിനൊരു ടീം, അങ്ങനെ എല്ലാം വേണം. എല്ലാം വേണം. അൽഹംദുലില്ലാഹ്. ഇവിടെ കിടക്കുന്ന മഹാന്മാർ ചില്ലറക്കാരല്ല. ഞാനങ്ങോട്ട് സിയാറത്തിന് പാടും. പിന്നെ കുറെ സ്ത്രീകൾ നിന്നതുകൊണ്ട് ആ പള്ളിയുടെ മൂലക്കിൽ നിന്ന് ദുആ ചെയ്തതാണ്. ഇനി അതുകൂടി പോകുമ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നാളെ ബാക്കവി ഭാര്യ പിന്നെ പെണ്ണുങ്ങളെ സിയാറത്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ പിന്നാലെ അവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നിരന്തരം പരിപാടി ഉള്ളതുകൊണ്ട് സമയമില്ല. ഫ്രീ ആയിട്ടൊരു 10 ദിവസം ഇരിക്കുമ്പോൾ അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഷറക്കാം. ഇപ്പം പറ്റില്ല, സമയമില്ലാത്ത. അപ്പൊ അതുകൊണ്ട് മഹാന്മാരാണ് കിടക്കുന്നത്. ലൈറ്റിനും കൂലിയുണ്ട്. ഈ ഓട്ടത്തിനും കച്ചവടത്തിനും വണ്ടി പാർക്കിങ്ങിനും വോളണ്ടിയർമാർ. അല്ലോ, മുത്തുമണികളെ പോലുള്ള മക്കളാണ് വിയർപ്പിൽ കുളിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഒരാൾ ചുവപ്പ് കാണിച്ചിട്ട് എന്നെ പോട്ടെന്ന് പറയുന്നുണ്ട്. കാരണം സംഭവം കിബില തെറ്റിപ്പോയി. ഒരാൾ ചുവപ്പ് തന്നെ കാണിച്ചിട്ട് പോട്ടെ അറിയില്ല, മൊത്തം പോയി, കൺട്രോൾ പോയി. 9 മണിയാവുന്നതിന് മുമ്പ് തന്നെ കൺട്രോൾ പോയി. കാരണം എന്താ, അത്രയ്ക്ക് ആള് വരെയാണ്. വണ്ടി പാർക്കിംഗ് കുറേ നേരം കൊണ്ട് നിൽക്കല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടണം. അത് ചെറിയ കാര്യമൊന്നുമല്ല. അവരുടെ ഒരു ആഘോഷം കൂടിയാണ്. ഗൾഫിൽ നിന്ന് വന്നവരുണ്ട് അല്ലേ, അതിനുവേണ്ടി മാത്രം വന്നവരുണ്ട്. ഇത് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്നവരുണ്ട്. അവിടുത്തെ ടെൻഷൻ, ഇവിടുത്തെ ടെൻഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിലാണ് ഇതൊക്കെ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ആ മക്കൾക്കൊക്കെ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കട്ടെ. 5-ാമത്തെ ഹദീസ് കേട്ടോ. ഖൈറു ബൈത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ വീട്ടിൽ അല്ലാഹു ഏറ്റവും ഉത്തമമായ വീട് ഏതാണെന്നറിയുമോ? ബൈത്തുൻ ഫീഹി യതീം യുഹ്സനു ഇലൈഹി, യതീമിന് ഗുണം ചെയ്യുന്ന വീടാണ്. മുഹദ്ദിസീങ്ങൾ പറയുന്നു യതീം ഉള്ള വീടാണെന്ന് പറയുന്നു. അതല്ല, യതീമുള്ള വീട്ടിൽ പോയി ഗുണം ചെയ്യുന്നവരുടെ വീടാണ് ദുനിയാവിലെ ഏറ്റവും നല്ല വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീമിന് വേണ്ടി പൈസ മാറ്റി വെക്കണേ. യതീമിന് വേണ്ടി ഒരു ചെറിയ സാമ്പത്തികമെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളിന്റെ നടന്നു പോകുമ്പോൾ വഴിയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഒരു പാവപ്പെട്ട പിഞ്ചുബാലൻ തേങ്ങിക്കരയുകയാണ്. പുതിയ വസ്ത്രമില്ല, പുതിയ ഉടുപ്പില്ല, ഒന്നുമില്ല. ആ മുത്തു ഹബീബ് ചോദിച്ചു, മോനെ എന്തു പറ്റിപ്പോയി? ആ മകൻ പറഞ്ഞു, നബിയേ എനിക്ക് വാപ്പയില്ല നബിയേ, എനിക്ക് വാപ്പയില്ല നബിയേ, എനിക്ക് വാപ്പയില്ല നബിയേ. 2 കൈ കൊണ്ട് ആ പിഞ്ചുബാലനെ വാരിയെടുത്തിട്ട് ഓടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, ആയിഷ, ഈ മോൻ നമ്മുടെ മോനാണ് ആയിഷ, നമ്മുടെ മോനാണ് ആയിഷ. ഭക്ഷണം കൊടുക്കണം ആയിഷ, വസ്ത്രം കൊടുക്കണം ആയിഷ. ആ പൊന്നുമോനെ കരയിപ്പിക്കാൻ ഇടവരുത്തല്ലേ ആയിഷ. വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകണ്ട. വീട്ടിൽ കൊണ്ടുപോയ പ്രശ്നം ഉണ്ടാവും. വഴി കാണുന്ന എത്തിവിനെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരിക്കണത് എന്താ, ബാങ്കാണോ? താത്തല്ലേ, പ്രശ്നം ഉണ്ടാക്കും. അപ്പോ ഭാര്യയും കൂടി കൊണ്ടുപോയിട്ട് അവരുടെ വീട് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ധീരനാണെന്ന് നമുക്കറിയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓരോ യുദ്ധത്തിലും കാണിച്ച ധൈര്യം എന്തെന്ന് നമുക്കറിയാം. പക്ഷേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാരുണ്യം,
അനാഥകളോടുള്ള താല്പര്യം നമ്മൾ അറിയാതെ പോകരുത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ മറക്കല്ലേ, മരണക്കൊലവിളികൾ ഉയർത്തി ഖുറൈശികൾ മാനിമ്പത്തോഹാബിനെതിരായി കുടിലറുകൾ നീങ്ങി അടുത്തപ്പോൾ ചെന്നു അലി ഹൈദർ നീതര മുശ്രിക്കിനെതിരായി നിന്നവർ പോരിനിറങ്ങിയ ക്രൂരരെ തട്ടിയ വീരപരാക്രമശീലരെ. മഹാന അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ട സാധുവായ ഒരു പെണ്ണ് 3 വലിയ പാത്രത്തിൽ ഒറ്റക്ക് വെള്ളം ചുമന്നു കൊണ്ടുപോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആളെ വിട്ട് ചോദിക്കുകയാണ്, അതെവിടെ കൊണ്ടുപോവുകയാണ്? ആ പെണ്ണ് പറയുകയാണ്, എന്റെ കുടുംബം യതീമിന്റെ കുടുംബമാണ്, ഞങ്ങളെ നോക്കാൻ ആളുകളില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ആരുമില്ല, ഈ വെള്ളം ഞാൻ കൊണ്ടുപോയി ചൂടാക്കും, എന്റെ പ്രിയപ്പെട്ട മക്കളാ തീ കണ്ടിട്ട് ഉറങ്ങും. ഉമ്മ എന്തോ തയ്യാറാക്കുകയാണ്. അല്ലാ, ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞവര് കാത്ത് 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 കിടന്ന് ഉറങ്ങിപ്പോകും തങ്ങളെ. അതിനാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. ഏത് അലിയാണ് ഇറങ്ങുന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അവസ്ഥ, വാപ്പയുണ്ടായിട്ടും പട്ടിണിയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ വാപ്പയില്ലാതെ പട്ടിണി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി പോകുമ്പോ വാപ്പ ഉണ്ടായിട്ട് പോലും പട്ടിണി കിടക്കുന്ന ഹസൻ ഹുസൈൻ തങ്ങളെ നമ്മൾ ഓർക്കണം കേട്ടോ. ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ബൈത്തുൽ മാലിൽ നിന്ന് അവർക്കുള്ള ഗോതമ്പും എണ്ണയും ഒക്കെ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെ പാചകം ചെയ്തു കൊടുക്കുമ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ അകത്തേക്ക് തന്റെ വിരലങ്ങനെ ചേർത്ത് വെക്കുമ്പോ ആ സഹോദരി പറയുന്നു, തങ്ങളെ, അങ്ങയുടെ വിരല് എരിഞ്ഞു പോകും തങ്ങളെ. ആ തീക്കകത്ത് വെച്ചാൽ, അടുപ്പിനകത്ത് വെച്ചാൽ അങ്ങയുടെ വിരല് എരിഞ്ഞു പോകും തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എരിയട്ടെ, ആ വിരലതിന്റെ ദുഃഖമറിയട്ടെ, ആ വിരല് നരകത്തിന്റെ തീയുടെ ചൂടറിയട്ടെ. എന്തിനെന്നറിയോ? ഈ പാവപ്പെട്ട അനാഥ മക്കള് പട്ടിണി കിടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഖലീഫയായിട്ടിരുന്നാ മതിയോ? ഈ പാവപ്പെട്ട അനാഥ മക്കള് പട്ടിണി കിടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ആ തീയിലേക്ക് തന്നെ വിരൽ തുമ്പ് വെച്ചു എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങളുടെ അറിവിലേതെങ്കിലും യതീം സങ്കടപ്പെട്ടാൽ അത് പരിഹരിക്കാതെ അടുത്ത ദിവസത്തിലേക്ക് കടക്കല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട അനാഥ മക്കളുടെ കല്യാണത്തിന് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരെ ആട്ടിയോടിക്കല്ലേ. ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും കൊടുത്ത് അവരെ സമാധാനിപ്പിക്കണേ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ സ്ഥാനം കൊടുക്കും. 3 കൂട്ടർക്ക് വലിയ പദവിയാണ്. ആ 3 കൂട്ടർക്ക് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചായക്കെല്ലാവർക്കും കിട്ടൂലേ? പുറകിലേക്ക് കൊടുക്കാൻ ആളില്ല, വാങ്ങി കഴിച്ചോളി. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ യതീമായ ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, വലിയ കുട്ടികളെ ഉള്ളൂ. വലിയ കുട്ടികളെന്ന് പറഞ്ഞാൽ അവര് ഗൾഫിൽ അറബിയൊക്കെ പറ്റിക്കുന്നത് അങ്ങനെ യതീമിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന 1000 ദിർഹംസ് ഉണ്ട്, അഞ്ഞു തന്നാൽ മതി. ആ വീട്ടിലുണ്ടല്ലേ. യതീമിന് കൊടുക്കാനെന്ന് പറഞ്ഞ അറബിയിൽ 1000 ദിർഹംസ് വാങ്ങിച്ച് പോക്കറ്റ് വയ്ക്കും. ഞാൻ തന്നെ യതീം, എൻ്റെ വാപ്പ കഴിഞ്ഞ വർഷം മരിച്ചല്ലേ. അങ്ങനെ പറയുന്ന മസാല കണ്ടുപിടിക്കണം മിടുക്കന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ സാധനങ്ങളുണ്ട്, പ്രശ്നമാണ്, ന്യായീകരിക്കരുത്. അറബിയൊക്കെ ഇപ്പം മലയാളമൊക്കെ അറിയാം, പണ്ടത്തെ പോലെയല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഹിക്മത്ത് പലതും ഒരു പഠിച്ചു കഴിഞ്ഞു. 3 കൂട്ടർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം. ഒന്നാമത്തെ കൂട്ടരാരാ? ഇംറഅത്തുൻ മാത അൻഹാ സൗജുഹാ വലം യതസവ്വജ്. ഭർത്താവ് മരിച്ചുപോയി, പക്ഷെ മക്കൾക്ക് വേണ്ടി പിന്നെ വിവാഹം കഴിച്ചില്ല. സംഭവം ഇച്ചിരി കടുപ്പമുള്ള കേസാണ്.
പരമാവധി നമ്മൾ വിവാഹം കഴിപ്പിക്കാൻ നോക്കണം ഈ കാലഘട്ടത്തിൽ. ഞാൻ വലിയ സങ്കടം, എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടതാണ്. ജിദ്ദയിൽ വെച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാഹനം ഡയറക്റ്റ് മഞ്ഞ് വീഴുന്ന സമയത്ത് ലോറി വലിയ വാഹനമാണ്, അത് ഓടിച്ച് ഡയറക്റ്റ് ഇടിച്ചിട്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടു. മയ്യത്ത് അവിടെ തന്നെ അടക്കി. അൽഹംദുലില്ലാ, നാട്ടിൽ കൊണ്ടുവരേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാക്കിയില്ല, പെട്ടെന്ന് തന്നെ അതങ്ങനെ അങ്ങനെ അടക്കി. അത് ഒരു ഇൽമുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. അവിടെ പിന്നെ നമ്മൾ ഭർത്താവിൻ്റെ സ്നേഹം, വാപ്പാടെ സ്നേഹം, മോൻ്റെ സ്നേഹമൊക്കെ പറഞ്ഞ് മയ്യത്ത് അവിടെ നിന്ന് ചതഞ്ഞറിഞ്ഞതിനെ വാരിക്കെട്ടി മരുന്നൊക്കെ പുരട്ടി നാട്ടിൽ കൊണ്ടുവന്ന് 7, 8, 10, 16 ദിവസം കഴിഞ്ഞ് അടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത്. എന്തായാലും പോയി ഇനി കിട്ടൂല. അവസാനം ഒരു കണ്ണ് കാണണ്ടേ ഉസ്താദേ എന്നൊക്കെ പറയും. പക്ഷേ അതിനേക്കാൾ വലിയ അദാബാണ് ഈ കൊണ്ടുവന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന്. ചെറിയ കാര്യമൊന്നുമില്ല. നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് പൊരുത്തപ്പെടാനേ കഴിയൂ ആരാണെങ്കിലും. എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഞാൻ എല്ലാ ആളുകളോടും പറഞ്ഞു, അവിടെ നിന്ന് വിളിക്കുന്നവരോടും മൊത്തം പറഞ്ഞു, എനിക്ക് കാണണ്ട, അടക്കിക്കോളാൻ. ഒരു വാപ്പാക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ എനിക്കറിയാം വെച്ചിരിക്കുന്നതിൻ്റെ ദൂഷ്യം അറിയാം. പക്ഷെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദിന് ഒരേ വാശിയായിരുന്നു, ബാക്കവി വന്നിട്ടേ അടക്കൂ. എന്തായാലും അടക്കൂല, ആരെ സംബന്ധിച്ചില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ വരാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ നമ്മൾ പരമാവധി ഇങ്ങനെയൊക്കെ ഭർത്താവ് മരണപ്പെട്ടു, ഭാര്യയ്ക്ക് സങ്കടം തന്നെയായിരിക്കും. ഇപ്പൊ എൻ്റെ നാട്ടിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു, അവരുടെ ഉമ്മയോട് പോയി സംസാരിക്കാൻ എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ പോയി സംസാരിക്കുക, കൊണ്ടുവരണ്ടെന്ന് പറയും. ദുൽഹജ്ജിന്റെ സമയമാണ്, അവിടെ സൗദിയിലെ അവധിയും മറ്റുമൊക്കെയാണ്, പ്രശ്നമാണ്. 16, 17 ദിവസം കഴിഞ്ഞിട്ടാണ്, ആര് പറഞ്ഞിട്ട് അവർ കേട്ടില്ല, 16, 17 ദിവസം കഴിഞ്ഞിട്ടാണ് ആ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്ന് അടക്കിയത്. ഇവിടെ അടക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. എന്ത് കിട്ടാനാണ്? അവിടെ അടക്കുന്നത് അത്രയും നല്ലത്, മയ്യത്തിന് അത്രയും സന്തോഷം. അല്ലാഹുവേ, ഒരുപാട് പ്രവാസികളുള്ള കോട്ടിക്കുളത്തിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നതെന്നറിയാം. പടച്ചവനെ, അവരാരെയും നീ ഗൾഫിൽ വെച്ച് മരിപ്പിക്കുന്ന അവസ്ഥ കൊടുക്കല്ലല്ലാ. ഇന്നത്തെ എന്റെ ലൈവ് സ്പോൺസർ ചെയ്യുന്ന അൻവർ എന്ന് പറയുന്ന കാലിച്ചാനെടുക്കത്തെ സഹോദരനുണ്ട്. അല്ലാഹുവേ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ വേറൊരു അൻവർ ഉണ്ട് ഇവിടെ അല്ലേ, ഖത്തറിലെ വേറൊരു അൻവറില്ല, അൻവർ സാദത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ഗൾഫുകാരുണ്ട്. വാപ്പാക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുടെ മുന്നിലേക്ക്, എയർപോർട്ടിലേക്ക് പെട്ടിയിലടക്കപ്പെട്ട മയ്യത്ത് കൊണ്ടുവരുന്ന രംഗം നീ കൊടുക്കല്ലല്ലാ. ഇംറഅത്തുൻ മാത അൻഹാ സൗജുഹാ ഫലം യതസവ്വജ്, പിന്നെ വിവാഹം കഴിച്ചില്ല, മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അതിനങ്ങനെ സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കാൻ അതൊരു വലിയ ലോകമാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഉമ്മാക്ക് ബാക്കി മക്കളുണ്ട്. നമ്മൾ 3 ആമക്കളാണ്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്. ഉമ്മാക്ക് അങ്ങനെ ഒരു മകൻ നഷ്ടപ്പെട്ട നഷ്ടം തന്നെയാണ്. എന്നാലും ഉമ്മാക്ക് എന്ത് ചെയ്യാം? 2 മക്കളുണ്ടല്ലോ, ഉമ്മ കഴിയേണ്ടെന്ന് പറഞ്ഞ് അവരാശ്വദിപ്പിക്കും. എൻ്റെ മക്കൾക്ക് വാപ്പയില്ല, പക്ഷേ മക്കൾക്ക് അനുജനുണ്ട്, അനുജത്തിയുണ്ട്, താത്തയുണ്ട്, കാക്കയുണ്ട്. അങ്ങനെ അവർക്കൊരു സുദൃഢമാവും കുറെ നാൾ കഴിയുമ്പോൾ. സഹോദരനാണ് മരിച്ചതെങ്കിൽ കൂടപ്പിറപ്പുകളുണ്ട്. ഒറ്റപ്പെടുന്നതാരാ? അത് ഭാര്യയാണ് ഒറ്റപ്പെടുന്നത്. അവസാനം ഒരു നോക്ക് കൂടി കണ്ടോട്ടെ എന്ന് പറയുന്നത് ഭാര്യയാണ്. വിധവ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ, അതൊരു വലിയ കനലാണ്. താങ്ങാൻ പറ്റൂല, ഒരു പെണ്ണിന് ഒറ്റക്ക് താങ്ങാൻ പറ്റൂല. പിന്നെ പരിഹാസം, ഭാഗ്യം കെട്ടവള്, എരണം കെട്ടവള്, അവള് കാലെടുത്ത് വെച്ചോടുകൂടി എൻ്റെ മോനെ അസ്രായേൽ കൊണ്ടുപോയി. അങ്ങനെ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് എന്താണ്? അല്ലെങ്കിലും എൻ്റെ മോക്ക് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഭാഗ്യമില്ലാത്തവളാണ്. ഇങ്ങനെ കേട്ട് നാട്ടിൽ ഇറങ്ങുമ്പോൾ വ്യഭിചാരി, ഒരു സാരി ഉടുക്കാൻ പറ്റൂല, ഒരു പർദ്ദ ഇടാൻ പറ്റൂല, വ്യഭിചാരി. മക്കളെ നോക്കണം, ഒരു നല്ല വാച്ച് കെട്ടിയാൽ, നല്ല ചെരുപ്പിട്ടാൽ, നല്ല വസ്ത്രം ധരിച്ചാൽ എവിടെ നിന്നാണ് അവൾക്ക് ഈ കാശ്? അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് ചോദ്യചിഹ്നമായി ആ പാവപ്പെട്ടവൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ വന്ന് വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ മത്സരം നടത്തുമെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നു. നബിയേ, ഒരു വലിയ സംഘം വന്നിട്ട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവരാരാ? സ്വർഗത്തിന്റെ താക്കോലിരിക്കുന്നത് മുത്ത റസൂലിന്റെ കയ്യിലാ. ആ സ്വർഗം തുറക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഴിയൂല, ഇപ്പൊ തുറക്കാൻ
കഴിയൂലെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട സ്ത്രീകളോട് അല്ലാഹുവിൻ റസൂൽ ചോദിക്കുമത്രേ, നിങ്ങളാരാണ്? അവര് പറയും, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളാണ്. 2 മക്കളെയും കൊണ്ട്, 3 മക്കളെ കൊണ്ട്, 4 മക്കളെ കൊണ്ട് ഞങ്ങളെ മരണം വരെ ഒരു തെറ്റും ചെയ്യാതെ ആ മക്കളെ പൊന്നുപോലെ നോക്കിയവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, ജിബ്രീൽ, എനിക്കും മുമ്പേ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ യോഗ്യതയുള്ളവരാണ് ഇവര്, അതുകൊണ്ട് അവര് കടന്നോട്ടെ. വിധവകളെ പരിഹസിക്കല്ലേ കോട്ടിക്കുളത്തുകാരാ, വിധവകളെ കുറ്റപ്പെടുത്തല്ലേ ഉമ്മമാരെ. നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ശീലമുണ്ട്, ഒരു ശൈലിയുണ്ട്. ഭർത്താവ് മരണപ്പെടുമ്പോ പിന്നെ ആ ജീവിച്ചിരിക്കുന്ന ഭാര്യയെ കുറിച്ച് കുറ്റപ്പെടുത്തലാണ്, പരിഹസിക്കലാണ്. ഭാര്യയാണ് മരിക്കുന്നതെങ്കിലോ ഭർത്താവിനെ കുറ്റപ്പെടുത്തും, അവൻ കൊണ്ടു നടന്ന് അവളെ കൊന്നു, അവനൊരു സമാധാനം. അങ്ങനെ ഇതൊരു ഡയലോഗ് നമ്മുടെ സഹോദരിമാര് പറയും. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. വിധവകളെ സഹായിക്കുന്നവർക്ക് ജിഹാദിന്റെ കൂലിയാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. വിധവകളെ സഹായിക്കുമ്പോൾ പ്രശ്നമുണ്ട്. വിധവകളെ സഹായിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും അരിയും കപ്പയും മീനും ഒക്കെ വാങ്ങി നിങ്ങൾ ആ വീട്ടിൽ പോയാൽ നാട്ടുകാർ നിങ്ങൾ എന്ത് ചെയ്യും? മതിരിയാടി പോകണമെന്ന് വിളിക്കും. പ്രശ്നമാണ്. അതാണ് ജിഹാദിന്റെ കൂലി തരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും. അവൻ എപ്പോഴും ആ വീട്ടിൽ തന്നെ. ഭർത്താവ് മരിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ കേൾക്കേണ്ടി വരും. റമദാൻ മാസം ഉണ്ടാകുമ്പോ പിറ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു ചാക്ക് നിറച്ച് അരിയും പച്ചക്കറിയും ഒക്കെ കൊണ്ടുപോകുമ്പോ കോട്ടിക്കുളത്ത് ജനിച്ചു നിൽക്കുന്നവരും പറയും, ഇതൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ ഈ പോണവന്റെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പോണവന്റെ മനസ്സിൽ പൊളിയാളിയാ, ഞാൻ തകർക്കും, അങ്ങനല്ല. നീ ക്ലിയർ ആയിരിക്കണം. നീ ക്ലിയർ ആയിരിക്കണം. അല്ല നീ അമരങ്ങനെ പലതും പറയും. പറയാൻ ആളുകൾ ഒരുപാടുണ്ടാവും, ചെയ്യാനാണ് ആളില്ലാത്തത്. അവര് പറയും, നീ കൊണ്ടു കൊടുക്ക. അപ്പൊ ആ പെണ്ണ് പറയും, ഇനി ഇങ്ങനെ കൊണ്ടുവരരുത്, ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ട്. സാരല്ല, 2 ദിവസം കഴിഞ്ഞാൽ ഭാര്യയും കൊണ്ടുപോകണം, മക്കളെയും കൊണ്ടുപോകണം. അവരൊക്കെ ശീലിപ്പിക്കണം. പാവങ്ങളുടെ വീട് കണ്ടെത്തി സഹായിക്കണം. റമദാനൊക്കെ വരുമ്പോൾ ഒരിക്കലും അവരുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നീ തീരുമാനിക്കണം. ഭർത്താവുണ്ടെങ്കിൽ എന്തൊക്കെ കൊണ്ട് കൊടുക്കും ആ വീട്ടില്? ഭർത്താവുണ്ടെങ്കിൽ എന്തൊക്കെ കൊണ്ട് കൊടുക്കും? അതുകൊണ്ട് ഭർത്താവില്ലാത്തപ്പോൾ ഞാനൊക്കെ ചിന്തിക്കലുണ്ട്. നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഗൾഫിൽ നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് മക്കൾ വിളിച്ച് പറയില്ല, ഇപ്പം എനിക്ക് അത് വേണം. ഞാൻ ചിന്തിക്കലുണ്ട്, വാപ്പയില്ലാത്ത മക്കൾ ആരോടാ പറയാം? എന്തെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ വാപ്പമാരുടെ നെഞ്ച് കവർന്ന മക്കളാണ്. 5 മക്കളുള്ളതുകൊണ്ട് നൗഷാദിനെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. പക്ഷേ 5 ആണും 1 പെണ്ണും ആവണം. അപ്പോഴറിയാം പെണ്ണിന്റെ വില. വാപ്പായ മാന്തി പിളർക്കും. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ വേറെ പെൺകുട്ടിയുടെ ഇന്നൊരു കുഞ്ഞുമോളെ ഫോട്ടോ എടുത്തു വൈകുന്നേരം, ഈ നമ്മളെ ഫൈസലിൻ്റെ കൂടെയൊക്കെ പോയിട്ട്. ആ ഫോട്ടോ എങ്ങനെ എൻ്റെ വീട്ടിൽ അയച്ചു കൊടുത്താണ്ടല്ലോ, എൻ്റെ ഇളയ സാധനം എന്നെ മാന്തി കീറും. ഇഷ്ടല്ല. അതാണ് മക്കളെന്ന് പറയുന്നത്. ആരെയും തൊടാൻ അനുവദിക്കാതെ വാപ്പായെ കൊണ്ട് നടക്കും. ഉമ്മായെ തൊടാൻ സമ്മതിക്കൂല, ഇത്തായെ തൊടാൻ സമ്മതിക്കൂല, ആരും തൊടാൻ ഇങ്ങനെ നിൽക്കും. ആ മക്കൾക്ക് വാപ്പയില്ലാതെ വരുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണല്ലോ മുത്ത് ഹബീബിന്റെ ചാരത്തിരുന്ന് അശ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അറുളും സമാവാത്തും പൊട്ടിത്തകർന്നല്ലോ. ആരംഭ പൂവിൻ്റെ ആലും നീല കണ്ട് ആലും സ്വഹാബത്തും ആകെ തളർന്നല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു. മുത്തുമോൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വ്യസനത്താൽ ഉപ്പായെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആര് കരഞ്ഞാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെടുമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇടപെടാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയിരുന്നു. പലരും വന്നു പറഞ്ഞു, അബൂബക്കറേ നിങ്ങളൊന്ന് ചെല്ലുവോ ഫാത്തിമയുടെ അരികിൽ? ഇങ്ങനെ ഫാത്തിമ എന്ന മുത്ത് റസൂലിന്റെ കരളിന്റെ കഷണം ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല അബൂബക്കറേ, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെല്ലുവോ? അബൂബക്കർ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമയോട് കരയരുതെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയൂല. അവരത്രത്തോളം അവരൊരു വാപ്പയും മോളും എന്നതിനപ്പുറം എന്തോ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിയൂല. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ആ കണ്ണീര് മാറ്റിക്കൊടുത്തത്. മോളെ ഫാത്തിമ, വാപ്പ മരണപ്പെട്ടാൽ ഉപ്പാന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരണപ്പെടുന്നത് ഫാത്തിമ നീ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ കണ്ണീരുണങ്ങിയത്. എന്റെ കോട്ടിക്കുളത്തെ പ്രിയപ്പെട്ട മുസ്ലിമേ, വാപ്പ നഷ്ടപ്പെടുന്നത്, ഉമ്മ നഷ്ടപ്പെടുന്നതെല്ലാം വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാരണം ഒരു കുടുംബത്തിന്, ഒരു അനാഥയ്ക്ക്, ഒരു വിധവയ്ക്ക് ഒരു സങ്കടം വരാൻ പാടില്ല. സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുന്ന ഒന്നാമത്തെ പദവി, ഭർത്താവ് മരിച്ച് ശേഷിക്കുന്ന മക്കളെ പൊന്നുപോലെ പോറലേൽക്കാതെ വളർത്തി, അൽഹംദുലില്ലാ. എന്നിട്ട് അങ്ങനെ തന്നെ ഉമ്മ മരിച്ചു. ആ ഉമ്മാക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ആദ്യത്തെ കവാടം തുറന്ന് ആദ്യം തന്നെ കാലെടുത്ത് വെക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുന്ന ഒരാൾ, റജുലുൻ ലഹു മാലുൻ വയുൻഫിഖുഹു. ഒരു മനുഷ്യൻ അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, അവനത് ചെലവഴിക്കുന്നത് അങ്ങനെ കറക്റ്റ് നോക്കി. ഒരു യതീം, ഒരു വിധവ, ഒരു പാവപ്പെട്ടവൻ, ഒരു മിസ്കീൻ, അങ്ങനെ കണ്ടാൽ അവൻ ചെലവഴിച്ചിട്ടേ പോകൂ. സമ്പത്ത് അള്ള കൊടുത്തു, അതിനെ കറക്റ്റ് കൃത്യമായി അനാഥ മക്കളെ കണ്ടാൽ രഹസ്യമായും പരസ്യമായും വിധവകൾക്ക്, പാവങ്ങൾ കൃത്യമായി ചെലവഴിച്ചിട്ടേ പോകൂ. അവൻ അള്ളാഹു സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കും. നാട്ടുകാരെന്തോ പറയട്ടെ, അള്ളാഹു പണം തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കണം, നമ്മൾ ചെലവഴിക്കണം. കൃത്യമായി നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണം. എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, എത്ര ആളുകളുണ്ടെന്നറിയോ? ചില ആളുകളെ കുറിച്ചൊക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചില സമയത്ത്, ഞാനങ്ങനെ ലൈവ് അങ്ങനെ ഇടലില്ല, പക്ഷെ ഈ വീട്ടിൽ ചിലപ്പോൾ സഹായത്തിന് വരുന്ന ക്യാൻസർ രോഗി, കിഡ്നി നഷ്ടപ്പെട്ടത്, കുടുംബമില്ല, വീടില്ല, അത്രത്തോളം കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീണു പോകുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ലൈവ് ഇടുമ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു പറയും, ഉസ്താദെ ആ ഉമ്മയെ ഞാൻ ഏറ്റെടുത്തോളാം, ആ കുഞ്ഞിനെ 2 വർഷത്തേക്ക് ഞാൻ ഫുൾ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം, അവരുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളാം ഉസ്താദെ. പേര് പോലും ആരോട് ഉസ്താദ് പറയണ്ട, അവരുടെ അക്കൗണ്ട് നമ്പർ തരിക, അവരെ സ്കൂളിൽ ചേർക്കുക, ബാഗ്, പുസ്തകം ഒക്കെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം, ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം. ഒരാള് ദുനിയാവിൽ അറിയണ്ട. എത്ര ആളുകളുണ്ടങ്ങനെ, അവരും മരിക്കുമല്ലോ. അവർക്ക് അല്ലാഹു ആ സമയത്ത് വലിയ സ്ഥാനം കൊടുക്കും. അവർ മരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ ഗുണം കൊടുക്കും. അവർ പരലോകത്ത് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ സ്ഥാനം അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. ആ പണം അല്ലാഹു കൊടുത്ത പണമാണെന്ന ബോധമുണ്ടാവണം. അവിടെയാണ് പ്രശ്നം. ആദ്യമൊക്കെ കിട്ടുമ്പോ അല്ല തന്നതാണ് അൽഹംദുലില്ലാ എന്ന് പറയും. പിന്നെ കുറെ കഴിയുമ്പോ പറയും മുതലാളി സൂപ്പർ ആയതുകൊണ്ടാണ്, കഫീൽ അടിപൊളിയാണ്. പിന്നെ കുറെ കഴിയുമ്പോ പറയും ആദ്യത്തെ കമ്പനി നിന്നിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടൂലായിരുന്നു, രണ്ടാമത്തതിലേക്ക് ചാടിയത് കൊണ്ടാണ് ഇപ്പോ കിട്ടിയത്. ആദ്യം പണം കിട്ടുമ്പോ പറയുന്നത് അൽഹംദുലില്ലാ അല്ലാഹ് ഇപ്പൊ റാഹത്താക്കി എന്ന് പറയും. പിന്നെ മാറും, സംസാരത്തിൽ മാറ്റം ഉണ്ടാവും. ഞാൻ ആദ്യത്തെ കമ്പനി തന്നെ നിന്നിരുന്നെങ്കിൽ ഇത്രയും കിട്ടൂലായിരുന്നു. ഈ വാക്ക് തന്നെ ഈമാ തെറ്റുന്ന വാക്കാണ്. നിന്നെ രണ്ടാമത്തെ കമ്പനി കൊണ്ടുപോയത് അള്ളാഹല്ലേ, അവിടെ തന്നെ നിന്നാലും ഇത് തന്നെ കിട്ടുള്ളൂ, ഇപ്പുറത്തോട്ട് മാറിയാലും കിട്ടാനുള്ളത് തന്നെ കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈമാന് പെട്ടെന്ന് മാറ്റം വരും. പിന്നെ നമ്മുടെ സ്വതക്കയൊക്കെ കുറയും. ചില ആളുകൾ പറയൂലേ, പണ്ടവൻ ആദ്യം ഖത്തറിലൊക്കെ പോയി ദുബായിലൊക്കെ പോയി നല്ല സ്വതക്കൊക്കെ, ഇപ്പൊ ഇച്ചിരി പിശുക്കാണ് എന്ന് പറഞ്ഞാൽ കുറെ കമ്പനി കൂടി, കുറെ ബിസിനസ്സായി, കുറെ സമ്പാദ്യമായി. അങ്ങനെ വരുമ്പോൾ ഒന്നും കൂടി വലുതാവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ കൊടുക്കുന്ന ഇതിനോട് ഇച്ചിരി സ്നേഹം കൂടി പോകും, പണത്തിനോട്. അപ്പോഴാണ് അപകടം വരുന്നത്. മൂന്നാമത് പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടുന്നത് മവാസിലു റഹിമീ, കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. അൽഹംദുലില്ലാ, എന്ത് വില കൊടുത്തും ബന്ധം ചേർക്കുന്നവര്, എന്ത് വില കൊടുത്തും സ്നേഹം കൊടുക്കുന്നവര്, എന്ത് വില കൊടുത്തും അല്ലാഹുവേ പടച്ചവനെ കുടുംബത്തെ പോറ്റുന്നവര്. ദൈഹിന്റെ ചാനലിലേക്ക് ഒരു കത്ത് വന്നതാണ്, ഉസ്താദേ 4 മക്കളുള്ള ഒരു ഉമ്മയാണ്, ഭർത്താവ് മരിച്ചുപോയ വിധവയാണ്. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച സമ്പാദ്യത്തിൽ നിന്ന് ഒരു തേങ്ങയോ ഒരു ചക്കയോ പോലും എടുക്കാൻ അനുവദിക്കാതെ ഭർത്താവിന്റെ സഹോദരങ്ങൾ അത് മുഴുവനും അപഹരിക്കുകയാണ്. എങ്ങനെയാണ് ദഹിക്കുന്നത്? എങ്ങനെ ദഹിക്കും?
ഭർത്താവിന്റെ സഹോദരങ്ങൾ അത് കഴിക്കുകയാണ്. യതീമിന്റെ സ്വത്താണത്, അനാഥ മക്കളുടെ സ്വത്താണ്. വളരെ ശ്രദ്ധിക്കണം. തീയാണ്, തീ നാളമാണ്, തൊടാൻ പാടില്ലാത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ദാറാ, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. യുഖാലു ലഹാ ദാറുൽ ഫറജ്, ഫറജ്, ദാറുൽ ഫറജ് എന്നാണ് അതിന്റെ പേര്. ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറജ യതീമൽ മുഅ്മിനീൻ. യതീമായ ഒരു കുട്ടിയുടെ സങ്കടം മാറ്റിക്കൊടുത്തവർക്ക് അല്ലാഹു താമസിക്കാൻ ദാറുൽ ഫറജ് എന്ന വീട് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അനാഥനായ കുട്ടിയുടെ സങ്കടം മാറ്റിക്കൊടുത്തവർക്ക്, യതീമായ കുട്ടിയുടെ ദുഃഖം മാറ്റിക്കൊടുത്തവർക്ക് അല്ലാഹുവേ, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദാറുൽ ഫറജ് എന്ന് പറയുന്ന വീട് കൊടുക്കുമെന്നാണ്. മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ ഇറങ്ങി കിടന്നിട്ടുണ്ട് ഒരു പ്രിയപ്പെട്ട സ്ത്രീക്ക് വേണ്ടി. ആരാണ് ആ സ്ത്രീ എന്നറിയോ? ഫാത്തിമ ബിന്ത് അസദ്. അല്ലാഹുവേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്താണ് കാരണമെന്നറിയോ? അബൂ ത്വാലിബിന്റെ ഭാര്യയാണ്. നല്ല ഭക്ഷണം കിട്ടുമ്പോ കുറച്ച് മാറ്റിവെക്കും. അബൂ താലിബ് ചോദിക്കും, എന്തിനാണ്? ഫാത്തിമ ബിന്ത് അസദ് പറയും, മുഹമ്മദിന് കൊടുക്കണ്ടേ. ആ മുഹമ്മദ് വാപ്പയില്ലാത്തവനല്ലേ, ഉമ്മയെ വേണ്ടുവോളം കിട്ടാത്തവനല്ലേ, അതുകൊണ്ട് ആ മുഹമ്മദ് വരുമ്പോ കൊടുക്കാം. എന്ത് കിട്ടിയാലും മാറ്റിവെക്കും. ആ മുഹമ്മദ് കഴിക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് കഴിക്കാതെ ഫാത്തിമ ബിന്ത് അസദ് കഴിക്കൂല. ആ മുഹമ്മദ് ഉറങ്ങാതെ ഫാത്തിമ ബിന്ത് അസദ് ഉറങ്ങൂല. അങ്ങനെ ഒരിക്കൽ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായി മരണപ്പെട്ടു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തുണി കൊണ്ടുവരികയാണ്. ആ തുണി കൊണ്ട് വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഉമ്മായുടെ കഫൻ തുണികളിൽ ഒന്ന് ഇതായിരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ആ തുണി കൊണ്ട് കൊടുത്തത് ഖബർ വെട്ടുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ആ ഖബറിന്റെ എല്ലാ കുറവുകളും തീർക്കുകയാണ്. അവിടെ ചരിഞ്ഞിരിക്കുന്നു, ഇവിടെ വളഞ്ഞിരിക്കുന്നു, ആ കല്ലൊന്നു മാറ്റിവെക്ക്. ലോകത്തിതുവരെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിലും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് കരയുന്നു, അല്ലാഹ്, എൻ്റെ ഉമ്മയാണ് റബ്ബേ, എൻ്റെ ഉമ്മയാണ് റബ്ബേ. എല്ലാം കഴിഞ്ഞ് മുകളിൽ കയറുമ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. റസൂൽ പറയുന്നു, എനിക്ക് ഉമ്മയായിരുന്നു, എനിക്ക് വാപ്പയായിരുന്നു. ഫാത്തിമ ബിന്ത് അസദ് ഞാൻ കഴിച്ചതേ അവർ കഴിച്ചിട്ടുള്ളൂ, ഞാൻ കഴിക്കാത്തതായി അവരുടെ കയ്യിൽ ഒന്നും വന്നിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ